അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാന്യ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വന്തമായി വിധി കണ്ടെത്തിക്കൊണ്ട് ഇജ്തിഹാദ് നടത്തിക്കൊണ്ട് ഇന്നത്തെ മുസ്ലിയാക്കന്മാർ ദീനിൽ ഇല്ലാത്ത ശിർക്കും ബിദ്അത്തും സ്ഥാപിക്കാൻ വേണ്ടി എല്ലാവിധ കുതന്ത്രങ്ങളും ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കയ്യോടെ പിടികൂടിയ ഒരു സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത്. അതായത്, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് മുസ്ലിയാക്കന്മാർ വാദ് പറയുന്നതും വിഷയങ്ങൾ സമർത്ഥിക്കുന്നതും ഒരു കാര്യത്തിന് ഹുക്മ് പറയുന്നതും വിധി പറയുന്നതും എല്ലാം അവരുടെ പള്ളി ദർസിലെ ഗ്രന്ഥമായ തഫ്സീർ ജലാലൈനിയുടെ വ്യാഖ്യാനമായ തഫ്സീർ സാവിയുടെ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രൂപത്തിലുള്ള പണി ചെയ്യുന്നത് കാഫിറാകുന്ന പണിയാണ് എന്ന വസ്തുത മുസ്ലിയാക്കന്മാരെ നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ നടന്ന ഒരു ചർച്ചയുടെ ഒരു സംവാദത്തിന്റെ ഓഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്. കൃത്യമായി അത് ശ്രദ്ധിക്കുകയും അത് പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാ. അത് തന്നെയാണ് വ്യവസ്ഥ. വെള്ളിയാഴ്ചയൊക്കെ വേണം അല്ലെ? ഇപ്പൊ വ്യവസ്ഥ മൂപ്പര് പറയുന്ന വ്യവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞു. ഞങ്ങൾ വ്യവസ്ഥ വേണ്ടെന്നല്ല പറഞ്ഞു. ഇബ്നു സാറ് പറയുന്ന വ്യവസ്ഥ എന്നാ പറഞ്ഞു. ഇബ്നു സാറ് പറയുന്ന വ്യവസ്ഥ ആയിട്ട് വെച്ചെടുത്ത് നോക്കുമ്പോ ഇബ്നു സാറിന്റെ മറുപടിയാണ് കിട്ടിയോടെ ഇബ്നു സാറിനെ പിന്നെ കാണില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടാ ഇബ്നു സാറാണ് വരുന്നത്. കുഴപ്പമില്ല, ഇബ്നു സാറ് ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഇബ്നു സാറ് പറഞ്ഞ എന്താണ്, ഇപ്പൊ ഏത് ആലിമാണ് സാവിന്റെ ഇബാറത്തിന് ഇങ്ങനെയാണ് അർത്ഥം എന്ന് പറഞ്ഞത്? സാവി ചങ്ങായി ജലാലൈനി തഫ്സീറിന്റെ തഫ്സീറാണ്. സാവി എന്ന് പറഞ്ഞാൽ ആ സാവി ആരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിൻഗാമിയാണ് അയാൾ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പോലും പ്രായമില്ലാത്തൊരു മനുഷ്യനാണ്. എന്നിട്ട് അയാളീന് തഫ്സീറാണ്. ഞാൻ എന്റെ വാക്കിന് തഫ്സീറാണ് വേറെ ആൾ പറഞ്ഞു. എന്താ ഈ പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞതറിയോ? ഇനി ഒന്നും കൂടി ആവർത്തിക്കുക, ആളുകൾക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ വിശദീകരിക്കാം. ഈ ക്ലിപ്പ് ഇട്ട് ഞാൻ പറഞ്ഞു. 1.5 മിനിറ്റിന്റെ 3 ചോദ്യം, 2 മിനിറ്റിന്റെ 3 ഉത്തരങ്ങള്, വിഷയാവതരണം ഒരു 2-3 മിനിറ്റ് നീളുന്ന ഒരു ക്ലിപ്പ്, കൺക്ലൂഷൻ ഒരു 3 മിനിറ്റ് നീളുന്ന എന്ത്. നീ പറയുന്നു ഞാൻ ദുർവ്യാഖ്യാനിച്ച് മഹാന്മാരെ കാഫറാക്കി. ഞാൻ പറയുന്നു ഞാൻ അത് ചെയ്തിട്ടില്ല. അതന്നെ വാദം. ഇങ്ങോട്ട് ഇറങ്ങ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വ്യവസ്ഥ ഇങ്ങോട്ട് പറഞ്ഞോ. ഓക്കെ എന്നാ തുടങ്ങിക്കോ. ഞാൻ എന്റെ വ്യവസ്ഥ പറഞ്ഞു. വ്യവസ്ഥ ഓക്കെ ആണോ? ഓക്കെ, നീ തുടങ്ങ്. ഞാൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഇനി ആ ഹർഫം ബി ഹർഫായിട്ട് കിതാബ് വായിച്ചിട്ട് ലഫ്ലം ബി ലഫ്ലൈന്റെ അർത്ഥം വെച്ചിട്ട് ഇനി ഒരു തെളിയിച്ച ഓക്കെ. അത് നീ പറഞ്ഞതുപോലുള്ള മിനിറ്റ് വ്യവസ്ഥ പറഞ്ഞു. ഇനി നിങ്ങളുടെ വ്യവസ്ഥ പറയുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഉടനെ തുടങ്ങാം. പെട്ടെന്ന് നോണയും പറഞ്ഞ നടക്കണ്ട. ഞാൻ പറഞ്ഞെന്താ, എനിക്ക് ഒരു വ്യവസ്ഥയിലെ നീ പറയുന്ന വ്യവസ്ഥ ഞങ്ങൾക്ക് റെഡിയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇനി നീ വേഗം തുടങ്ങിക്കോ. നീ എന്താ ചെയ്യേണ്ടതോ? ഞാൻ പറഞ്ഞ ഇബാറത്തിൽ ഏത് പദത്തിനാണ് ഞാൻ അർത്ഥം തെറ്റിച്ച് പറഞ്ഞത്, എവിടെയാണ് ഞാൻ തിരുത്തി പറഞ്ഞത്, വേഗം പറ. അങ്ങനെ വാദപ്രയാൻ തുടങ്ങിയതാ. ഞാൻ എന്താണ് അർത്ഥം തെറ്റിച്ച് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്തു എന്നാ പറഞ്ഞിട്ടുള്ളത്. ശരി, വേഗം വായിച്ച അർത്ഥം വെച്ച് തുടങ്ങിക്കോ വേഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന ചർച്ചയിൽ ഈ അബു ഉവൈസ് എന്ന് പറയുന്ന ഈ വ്യക്തി അഥവാ ഉമർ ഫൈസി, അദ്ദേഹം മഹാനായ ഇമാം സ്വാവി റഹിമഹുല്ലയുടെ പേരിൽ പച്ചയായി ഒരു നുണ പറയുകയും ആ നുണയെ ബേസ് ചെയ്തുകൊണ്ട് മഹാനവറുകളുടെ കിതാബുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സുന്നത്തു ജമാഅത്തിന്റെ തെളിവുകൾ ഉപയോഗിക്കുന്നവരൊക്കെ പണ്ഡിതന്മാരൊക്കെയും കാഫറുകളാകുന്നു എന്ന് പച്ചയായി ഇവിടെ വിളിച്ചു പറഞ്ഞു. ഇത് നമ്മൾ ചോദ്യം ചെയ്യുകയുണ്ടായി. കാരണം സ്വാവി ഇമാം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ ഉമർ ഫൈസി എന്ന് പറയുന്ന ഈ പണ്ഡിത പുരോഹിതൻ എന്താണ് പറഞ്ഞത്? മുജ്തഹിദായ ഇമാമ് പറയാത്ത ആയത്ത് തെളിവ് പറഞ്ഞാൽ അവൻ കാഫറാകുമെന്നാണ് പള്ളി ദർസുകളിൽ ഓതുന്ന സ്വാവിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഞാനത് പിടിച്ചു, ഞാൻ ഖണ്ഡിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതങ്ങനെ പറഞ്ഞിട്ടില്ല. കിതാബിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലിപ്പുകൾ ഞാൻ പറയുന്നതാണ്. എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കും മൗലവിയോട്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു, മൗലവി സാഹിബ് ഇമാം സ്വാവിയുടെ ഹാഷിയത്തു സ്വാവി കൃത്യമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കാഫറാക്കി. ഒരിക്കലും ആ കിതാബിൽ അത് പറയുന്നില്ല. കിതാബിൽ എന്താണ് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ വിവരിച്ചു തരാം.
ഒരു വേളും ഇവിടെ വേണ്ട. ഇവിടെ എന്താ പറയുക, ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വാദപ്രയോഗം നടത്താൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഇബാറത്ത് സാവിയുടെ ഇബാറത്ത് ഹർഫം ബി ഹർഫ് വായിച്ച് ലഫ്ലം ബി ലഫ്ല് പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അർത്ഥം തെറ്റെവിടെ എന്ന് പറയുക. അത് പറയാതെ താങ്കളെ ഈ യാതി വിശദീകരണത്തിന് ഒന്നും വിടൂല. എനിക്ക് കൂടുതലൊന്നും പറയാല്ല. ഞാൻ വായിച്ച ഇബാറത്തിൽ എവിടെയാണ് ഏത് പദത്തിനാണ് ഞാൻ അർത്ഥം തെറ്റിച്ചത് എന്നുള്ളതും അതുപോലെ തന്നെ ഞാൻ എന്ത് ദുർവ്യാഖ്യാനിച്ചു എന്നുള്ളതും ആ ഇബാറത്ത് വായിച്ച അർത്ഥം വെച്ച് പറയുക. ഉടനെ വര് ഒക്കെ. ഇതാ മഹാനായ ഇമാം സ്വാബി തങ്ങൾ എന്താണ് പറയുന്നത്? വലാ യജൂസു, അനുവദനീയമല്ല, തഖ്ലീദു മഅൽ മദാഹിബൽ അർബഅത, 4 മദ്ഹബ് അല്ലാത്തവയെ തഖ്ലീദ് ചെയ്യൽ അനുവദനീയമല്ല. വലൗ വാഫഖ ഖൗല സ്വഹാബത്തി, ആ 4 മദ്ഹബിന് പുറത്തുള്ള മദ്ഹബ് യോജിച്ചാലും ശരി. ആരോട്? സ്വഹാബത്തിന്റെ ഖൗലിനോട്. വൽ ഹദീസു സ്വഹീഹ, സ്വഹീഹായ ഹദീസിനോടും. വൽ ആയത, ആയത്തിനോടും യോജിച്ചാലും ശരി. എന്നിട്ടോ ഫൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅതി, അപ്പോൾ 4 മദ്ഹബിൽ നിന്ന് പുറത്തുള്ളവൻ അല്ലെങ്കിൽ പുറത്തായവൻ പിഴച്ചവനും സ്വയം പിഴച്ചവനും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനുമാണ്. ലാലും മുളില്ലുൻ വറുബ്ബമാ അദ്ദാഹു ദാലിക ലിൽ കുഫ്രി. അപ്പോൾ 4 മദ്ഹബിന് പുറത്തുള്ള അഭിപ്രായം, നിലപാട് അവനെ കുഫറിലേക്ക് കൂട്ടിയേക്കാം, അല്ലെങ്കിൽ കുഫറിനെ ക്ഷണിച്ചു വരുത്തിയേക്കാം. എന്നിട്ട് പറയുന്നു ലി അന്നൽ അഖദ, ഇതാണ് അയാൾ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നത്, ലി അന്നൽ അഖദ ബി ലവാഹിരിൽ കിതാബി വസുന്നതി മിൻ ഉസൂലിൽ കുഫ്രി, നിശ്ചയം കിതാബിന്റെയും സുന്നത്തിന്റെയും ലാഹിറിനെ വെച്ച് വിധി പിടിക്കൽ കുഫറിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാകുന്നു. അപ്പൊ 4 മദ്ഹബിന് പുറത്തു പോയിട്ട് ഒരാൾ കിതാബിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തെ വെച്ചുകൊണ്ട് വിധി പിടിച്ചാൽ അത് കുഫറിന്റെ അടിസ്ഥാനത്തിലാണ്, കുഫറിന്റെ അടിസ്ഥാനമാകുന്നു എന്നാണ് സ്വാബി ഇമാം പറഞ്ഞത്. മൗലവി പറഞ്ഞത് എന്താണ്? മുജ്തഹിദായ ഇമാം പറയാത്തൊരു തെളിവ് നമ്മൾ പറഞ്ഞാൽ, ഏതുപോലെ ഇസ്തിഹാസക്ക് നമ്മൾ തെളിവ് പറയുന്നു, അങ്ങനെ ഒരു ഇമാം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തെളിവ് പറഞ്ഞാൽ അത് കുഫ്രിയത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് മൗലവി ദുർവ്യാഖ്യാനിച്ചു. നമ്മളെ കാഫറാക്കാൻ, പണ്ഡിതന്മാരെ കാഫറാക്കാൻ അതാണ് ഇവിടെ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് മൗലവി സാഹിബെ, ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ മുകളിൽ പറഞ്ഞ 2 ക്ലിപ്പിലുമുള്ള ആശയം ഈ പറയുന്ന എന്റെ ചോദ്യമാണ്, ഇബാറത്തിൽ എവിടെയാണുള്ളത്? അതുകൊണ്ട് എന്റെ വാദം ഞാൻ സമർത്ഥിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ കളവും പിടികൂടി കഴിഞ്ഞു. എന്റെ ചോദ്യവും ഇത് ആവർത്തിക്കും. എവിടെയാണ് ഈ ഇബാറത്തിൽ എവിടെയാണുള്ളത്? നിങ്ങൾ പറഞ്ഞ ആശയം, മുജ്തഹിദായ ഇമാം പറയാത്ത ആയത്ത് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ, ഒരു മുഅല്ലിം പറഞ്ഞാൽ, ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ഓൻ കാഫറാണെന്ന് ഇവിടെ പറഞ്ഞത് എവിടെ? പെട്ടെന്ന്. അപ്പോൾ ഞാൻ വായിച്ച അർത്ഥം വെച്ചതിൽ ഏത് പദത്തിനാണ് തെറ്റ് എന്ന് പറഞ്ഞില്ല. ഞാൻ വായിച്ച അർത്ഥം വെച്ചതിൽ ഏത് പദത്തിനാണ് തെറ്റ് എന്ന് പറഞ്ഞില്ല. തെറ്റില്ല, അംസ കത്ത് മാറിയാണ്ട് പിന്നെ വസലിന്റെ അംസ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തിരുന്നത് എന്നൊക്കെയാണല്ലോ താങ്കൾ പറഞ്ഞിരുന്നത്. എവിടെയാണ് ഞാൻ വായിച്ച അർത്ഥം വെച്ചതിൽ തെറ്റ്? പറയുക, അത് പറയുക, തീരുമാനിക്കുക. എന്നിട്ട് പിന്നെ അടുത്തേക്ക് ഞാൻ വരാം, ദുർവ്യാഖ്യാനത്തേക്ക് ഇപ്പൊ വരും. വെച്ചോടത്തേ തെറ്റുള്ളൂ. നിങ്ങൾ അതിന്റെ അർത്ഥം വെച്ചത് പൂർണ്ണമായും തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് മുജ്തഹിദായ ഇമാം പറയാത്ത ആയത്ത് തെളിവ് ഒരാൾ പറഞ്ഞാൽ ഓൻ കാഫറാകുന്ന ആ 2 ക്ലിപ്പിലുള്ളത്, നിങ്ങളുടെ 2 ക്ലിപ്പിട്ട് അപ്പൊ അതവിടെ ഇല്ല. അവിടെ പറഞ്ഞിട്ടുള്ള 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരാൾ കിതാബിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തെ പിടിച്ചുകൊണ്ട് വിധി കണ്ടെത്തിയാൽ ഓൻ കുഫറിന്റെ അടിസ്ഥാനത്തിലാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അത് കുഫറിന്റെ അടിസ്ഥാനമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ ഉണ്ടത് തെളിയിക്ക്, അപ്പോഴല്ലേ ഞാൻ അതാർത്ഥം വെക്കുന്നത്. ഇതാണ് ശരിക്കും ശ്രദ്ധിക്ക്. ലാ യജൂസു തഖ്ലീദു മഅൽ മദാഹിബിൽ അർബഅത്താന്നാണ് ഇനി വായിച്ചത് ട്ടോ, മറക്കണ്ട. മഅൽ മദാഹിബിൽ അർബഅത്ത ഞാൻ ഇവിടെ അർത്ഥം വെച്ചു. എന്താ വായിച്ചത്? 4 മദ്ഹബിന്റെ അപ്പുറമുള്ളതിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റൂല. ആർക്ക് പറ്റൂല എന്നാ പറയുന്നത്? മുജ്തഹിദായ ഇമാമിനാണോ പറയുന്നത്? അബൂസാർ ഇബ്നു സാറാ മുജ്തഹിദായ ഇമാമിനാണോ? അല്ല, മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർക്ക് പറ്റൂല. മുജ്തഹിദായ ഇമാം 4 മദ്ഹബിന്റെ അപ്പുറത്തേക്ക് പോകുന്ന എന്താ? ഹറാം. 4 മദ്ഹബ് ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്ന ഹറാമല്ലേ? അറിയില്ലേ എനിക്ക്? അപ്പൊ മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ 4 മദ്ഹബിന്റെ അപ്പുറം സ്വീകരിക്കാൻ പാടില്ല, തഖ്ലീദ് ചെയ്യാൻ പാടില്ല. വലു വാഫഖ ഖൗല സ്വഹാബ, മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ സ്വഹാബത്തിന്റെ വാക്കിനോട് യോജിച്ചതുപോലും സ്വീകരിക്കാൻ പാടില്ല. 4 മദ്ഹബിന്റെ അപ്പുറം പോയത്. വൽ ഹദീസ് സഹിഹ, ഹദീസിനോട് യോജിച്ചതുപോലും സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഫൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅത്തി, 4 മദ്ഹബിനെയും വിട്ട് പുറത്തു പോയവൻ ദാലുൻ മുളില്ലും, പിയച്ചവനും പിയപ്പിക്കുന്നവനുമാണ്. അല്ലെ? ആര്? 4 മദ്ഹബിനെ വിട്ട് പുറത്തു പോയ ആള് ആര്? മുജ്തഹിദായ ഇമാമോ? അല്ല, മുജ്തഹിദുകളല്ലാത്തവർ. റുബ്ബമാ അദ്ദാഹു
ദാലിക, ചിലപ്പോ എന്ത് ചെയ്യും, ഇത് അവനെ എന്തിലേക്ക് എത്തിച്ചേക്കാം, ഇലൽ കുഫ്രി, കുഫറിലേക്ക് ഇത് എത്തിച്ചേക്കാം. എന്നിട്ട് പറയാം, ആരെ കുഫറിലേക്ക് എത്തിക്കും? മുജ്തഹിദ ഇമാമുകൾ അല്ലാത്ത സാധാരണക്കാരായ ആളുകൾ 4 മദ്ഹബിന്റെ അപ്പുറമുള്ളത് സ്വീകരിക്കുമ്പോ അവൻ ഹദീസിനോടും ആയത്തിനോട് യോജിച്ചത് സ്വീകരിച്ചാലും അവൻ എന്താവും, കാഫിറായേക്കാം. ലി അന്നൽ അഖദ ബിളവായിൽ കിതാബി വസുന്ന, കാരണം ലി അന്നൽ അഖദ സ്വീകരിക്കൽ, ആര് സ്വീകരിക്കൽ? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ സ്വീകരിക്കൽ. ലാ യജൂസു തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ 4 മദ്ഹബിന്റെ അപ്പുറമുള്ളത് സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത് അന്നൽ അഖദ, കാരണം മുജ്തഹിദ ഇമാം അല്ലാത്തവർ സ്വീകരിക്കൽ ബിളവായിൽ കിതാബി വസുന്ന, ഖുർആന്റെയും ഹദീസിന്റെയും ലാഹിറായ അർത്ഥം സ്വീകരിക്കൽ, മിൻ ഉസൂലിൽ കുഫ്രി, കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. അപ്പൊ എന്താണ്? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്ത ആളുകൾ ആയത്തും ഹദീസും ഉദ്ധരിക്കുന്നത് കുഫ്രിയത്തിന്റെ പരിപാടിയാണ്. എന്തിനാണ് ആയത്തും ഹദീസ് ഉദ്ധരിക്കൽ? ഒരു വിഷയത്തിൽ ഹുക്മ് കാണാൻ വേണ്ടി. അപ്പൊ എന്താണ് ഇങ്ങനെ വരുന്നത്? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ ലാഹിറായ അർത്ഥം സ്വീകരിക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർക്ക് ലാഹിറായ അർത്ഥമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ആയത്തും ഹദീസും അർത്ഥം വെച്ചുകൊണ്ട് ഒരു കാര്യത്തിന് വിധി പറഞ്ഞാൽ കാഫിറാകുന്ന പരിപാടിയാണ്. അത് ലാഹിറായ അർത്ഥമാണ് അവർ സ്വീകരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് മുജ്തഹിദുകൾ അല്ലാത്തവർ പറയാത്തത്, മുജ്തഹിദുകൾ അല്ലാത്തവർ ഓതാത്ത ആയത്ത്, അവർ പറയാത്ത ഒരു ഹുക്മ് ഒരു വിഷയത്തിൽ പറഞ്ഞാൽ കാഫിറാകും എന്ന് ഈ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി എന്റെ ഈ വ്യാഖ്യാനത്തിന് ഈ ഇബാറത്ത് ലാ യജൂസു തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅത്തി എന്ന് പറഞ്ഞിടത്ത് അത് മുജ്തഹിദുകളായ ഇമാമുകൾക്കും ബാധകമാണ് എന്ന് നിനക്ക് വാദമുണ്ടെങ്കിൽ പറഞ്ഞോ, പറയ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എന്താണ്? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ ഒരു വിഷയത്തിൽ ഒരു ഹുക്മ് പറയുകയും അതിന് മുജ്തഹിദുകൾ പറയാത്ത ഒരു ആയത്തോ ഹദീസോ തെളിവ് പറയുകയും ചെയ്താൽ അത് ഉസൂൽ കുഫ്റാണ് എന്ന് സാവിയുടെ ഇബാറത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ കാര്യം ബോധ്യായില്ലേ? ഇനി താങ്കൾ പറയൂ, ഞാൻ നടത്തിയ ദുർവ്യാഖ്യാനം ഏത്? ലാ യജൂസു തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞോടത്ത് മുജ്തഹിദുകളായ ഇമാമുകൾ പെട്ടു എങ്കിൽ അത് പറയൂ. ഞാൻ പറഞ്ഞ ഇബാറത്ത് വായിച്ചിട്ട് ഈ ഫൈസി പറഞ്ഞത് ഇങ്ങനെയുള്ള തെറ്റായ അർത്ഥമാണ്, അതിന്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ്, ഹർഫം ബി ഹർഫ് വായിച്ച് ലഫ്ളം ബി ലഫ്ലിന് അർത്ഥം വെക്കുന്ന ആണാണെങ്കിൽ ഇപ്പൊ ഞഞ്ഞാമിഞ്ഞ പറയാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടേ എവിടെ തെറ്റിന്ന് പറയും. അതെ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജഹാലത്ത് തുടരുകയാണ്. നിങ്ങൾ ആ 2 ക്ലിപ്പിൽ പറഞ്ഞത് വീണ്ടും നിങ്ങൾ ഇവിടെ അവസാനം വീണ്ടും പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ടൊരാൾ വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തെ പിടിച്ചുകൊണ്ട് വിധി കണ്ടെത്തിയാൽ അത് കുഫറിന്റെ അടിസ്ഥാനമാണ് എന്ന് സ്വാഭിമാമ പറഞ്ഞെടുത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മുജ്തഹിദുകളല്ല, മുജ്തഹിദായ ഇമാം പറയാത്തൊരായത്ത് ഒരു തെളിവ് പറഞ്ഞാൽ ഓൻ കാഫിറാണ് എന്ന് അവിടെ എവിടെ ാണുള്ളത്? അതാണ് എന്റെ ചോദ്യം. ചോദ്യത്തിന്റെ മർമ്മത്തിലേക്ക് വാ കേട്ടോ. അവിടെയാണ് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ബാക്കവി എന്താ ചെയ്തത്? ബാക്കവി ഇന്നമാ വലിയക്കുമുള്ളാവു അല്ലെങ്കിൽ വസ്അൻ റസൂൽ തുടങ്ങിയ ആയത്തുകൾ ഇസ്തിഗാസക്ക് തെളിവായിട്ട് ഉദ്ധരിച്ചപ്പോ അത് ആരുദ്ധരിച്ചിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. ഇമാമുമാർ അങ്ങനെ ഒരു തെളിവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇമാമുമാര് പറയാത്തൊരു തെളിവ് നിങ്ങൾ ഇപ്പോൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ കാഫിറാകുന്നു. ഞാനിപ്പോ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചു നിങ്ങൾ പറഞ്ഞത്? അത് ആ ഇബാറത്തിൽ ഇല്ല. അത് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞത് അന്നൽ അഹദലി എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ തുടങ്ങുന്ന ആ ഇബാറത്തിൽ എവിടെയാണുള്ളത്? എന്നിട്ട് പറയും. ഇവിടെ ആരാ പറഞ്ഞത് ഞങ്ങൾക്കൊരു വാദമുണ്ടോ? മുജ്തഹിദുകൾ ആയവർക്ക്, മുജ്തഹിദിന്റെ പദവി എത്തിച്ചവർക്ക് അവർക്കുള്ളതാണ് ഇതെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ ഇവിടെ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? പ്രസക്തമായിട്ടുള്ളത് നിങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തു. നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തത് എന്താണ്? ഇമാമുമാര് ഇപ്പൊ ഞങ്ങൾ സുന്നികളൊക്കെ ഇവിടെ തെളിവ് ഉദ്ധരിക്കാറുണ്ട് ഇസ്തിഗാസക്ക്. അത് ഇമാമുമാര് പറയാത്തതാണ്. ഇമാമുമാര് പറയാത്തൊരു തെളിവ് നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ കാഫിറാവുന്ന സ്വാവി പറഞ്ഞത് അങ്ങനെ അന്നൽ അഹദ എന്ന് പറയുന്ന ഇബാറത്തുകൾ ഉപയോഗിച്ചത് കേട്ടോ. അത് തെറ്റാണ്. ആ ഇബാറത്തിൽ പറഞ്ഞിട്ടുള്ള 4 മദ്ഹബിൽ നിന്ന് പോയിട്ട് ഒരാൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ബാഹ്യം പിടിച്ചുകൊണ്ട് വിധി കണ്ടെത്തിയാൽ അവൻ ആരാ? കുഫറിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലെങ്കിൽ അത് കുഫറിന്റെ അടിസ്ഥാനമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞതെവിടെ? നിങ്ങൾ പറഞ്ഞ ആശയമായി വാർത്തയിൽ ആ 2 ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പല സമയത്ത് പറഞ്ഞു, ആവർത്തിച്ചു പറഞ്ഞു. അത് എവിടെയെന്ന് ചോദിച്ചു. ഇപ്പൊ ശരിക്കും ആസ്വാദനം നടക്കുന്നുണ്ട്. എന്താണ് ആ ഇബാർത്തൊന്ന് പദാനുപദം അർത്ഥം വെച്ചിട്ട് ഞാൻ പറഞ്ഞ തെറ്റ് എവിടെ എന്നൊന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ. ഇബാറത്തിന് പദാനുപദ അർത്ഥം വെച്ചിട്ട് ഞാൻ പറഞ്ഞ തെറ്റ് എവിടെ എന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ താങ്കൾക്ക്.
മാത്രമല്ല പൊന്നു ഹബീബെ, ഇവിടെ എന്താണ് ഇമാമുകൾ അല്ലാത്തവർ പറഞ്ഞാൽ എവിടെയാണ് അതിലുള്ളത്? നിന്റെ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചല്ലോ. ലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബിൽ അർബ, 4 മദബിന്റെ അപ്പുറമുള്ളതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ആർക്ക്? മുജ്തഹിദായ ഇമാമിനോ? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർക്ക് എന്നാണ് അവിടെ അർത്ഥം. അതല്ല എന്ന് നിനക്ക് വാദമുണ്ടോ? അതുപോലെ തന്നെ മുജ്തഹിദുകളായ ഇമാമുകൾ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ ഹലാലാണോ? ഹറാമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബിൽ അർബഅത്തി എന്ന് ആരോടാണോ പറയുന്നത്? അവനോട് തന്നെയാണ് പറയുന്നത്. എന്ത്? ലി അന്നൽ അഖ്ദ ബിളവാഹിരിൽ കിതാബി വസ്സുന്ന, കാരണം ഖുർആനിന്റെയും ഹദീസിന്റെയും ലാഹിർ പിടിക്കുന്നത്. കാരണം എന്താണ്? മുജ്തഹിദ് അല്ലാത്ത ആളുകൾക്ക് ലാഹിറേ കിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ പറ്റി അതാണ് ഞാൻ പറഞ്ഞത്. ഇമാമുമാർ അല്ലാത്തവർ, ലി അന്നൽ അഖ്ദ എന്ന് പറഞ്ഞിടത്ത് അഖ്ദ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ മുജ്തഹിദായ ഇമാമുകൾ എന്ന് നിനക്ക് വാദമുണ്ടെങ്കിൽ അത് പറയുക, ധൈര്യമുണ്ടെങ്കിൽ പറ. ലി അന്നൽ അഖ്ദ ബിളവാഹിരിൽ കിതാബി വസ്സുന്ന, ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥം പിടിക്കുന്നത് മിൻ ഉസൂൽ കുഫ്ർ എന്ന് പറഞ്ഞത് മുജ്തഹിദുകളോടാണ് പറയുന്നത്. മുജ്തഹിദ് പിടിച്ചാൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പറ. ഇല്ലല്ലോ, ഇവിടെ തുടക്കത്തിൽ ലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബ അൽ അർബഅ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണോ അവരോട് തന്നെയാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് ഇമാമുകൾ അല്ലാത്തവർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇമാമ് പറയാത്തത് എന്ന് പറഞ്ഞ എന്തിനാണ്? ഒരു വിഷയത്തിന് ഒരു വിധി പറയണമെങ്കിൽ, അത് ഹലാലാണെന്ന് പറയണമെങ്കിൽ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആൾക്ക് അവന്റെ ഇമാമിന്റെ വാക്ക് വേണം. ഇമാം ഇജ്തിഹാദ് ചെയ്തതാണ് ഇവൻ പിൻപറ്റുന്നത്, അതിനെയാണ് അവൻ തഖ്ലീദ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമാമ് പറയാത്ത ഒരു ഹുക്മ് പറയുക, ആ ഹുക്മിന് ഇമാമ് പറയാത്ത ആയത്തും ഉദ്ധരിക്കുക, അത് കാഫിറാകുന്ന പരിപാടിയാണെന്നാണ് സ്വാമിയുടെ ഇബാറത്തിലുള്ളത്. ഞാൻ വായിച്ചല്ലോ ലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞോടത്ത് മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ എന്നാണ് അവിടുത്തെ ഉദ്ദേശം. മുജ്തഹിദായ ഇമാമുകൾ എന്ന് നിനക്ക് വാദമുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. പദാനുപത അർത്ഥം വെച്ച് നീ അർത്ഥം പറയണമെന്ന് പറഞ്ഞത്. അർത്ഥം പറഞ്ഞിട്ട് നിന്റെ ഭാഗത്തുള്ള തെറ്റിനി ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്. അപ്പൊ ലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബിൽ അർബഅ എന്ന് പറയുന്ന ആരോടാണ്? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവരോടാണ്. മുജ്തഹിദായ ഇമാമുകൾക്ക് ആരെയും തഖ്ലീദ് ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ഒരു മദ്ഹബിന്റെ അപ്പുറം പോകാൻ പാടില്ല. എന്നിട്ട് പറയാൻ അന്നൽ അഖ്ദ ബിളവാഹിരിൽ കിതാബി വസ്സുന്ന, മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ, മുജ്തഹിദായ ഇമാമുകൾ പറയാത്ത വിധി, മുജ്തഹിദായ ഇമാമുകൾ ഉദ്ധരിക്കാത്ത ആയത്തും ഹദീസും, ഇങ്ങനെയുള്ള പ്രശ്നമാണ് അവിടെ വരുന്നത്. അന്നൽ അഖ്ദ ബിളവാഹിരിൽ കിതാബി വസ്സുന്ന മിൻ ഉസൂൽ കുഫർ എന്ന് പറയുമ്പോ ഖുർആന്റെയും ഹദീസിന്റെയും ലാഹിറായ അർത്ഥം പിടിച്ച ഒരു വിഷയത്തിന് വിധി പറയുന്നത് മുജ്തഹിദായ ഇമാമ് പറയാത്ത വിധി, മുജ്തഹിദായ ഇമാമ് പറയാത്ത ആയത്ത് പറയുന്നത് കാഫിറാകുന്ന പരിപാടിയാണ് എന്ന് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ നീ ലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബിൽ അർബഅ എന്നുള്ളടത്ത് അത് മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ എന്നല്ല, അവിടെ മുജ്തഹിദായ ഇമാമുകൾക്കും ബാധകമാണെങ്കിൽ അത് പറ, ധൈര്യം ഉണ്ടെങ്കിൽ. പദാനുപദ അർത്ഥം വെച്ചിട്ട് ഞാൻ വെച്ചോടത്തുള്ള തെറ്റെന്താണെന്നൊന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും വായിച്ചടത്ത് തെറ്റിച്ചും വായിച്ചിട്ടുണ്ട്. എന്തൊക്കെ ആവട്ടെ, എനിക്ക് പറയാനുള്ളത് ഇനി പറയൂ, ഞാൻ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണോ? പറയൂ പറയൂ പറയൂ, ഞാൻ പറഞ്ഞത് ദുർവ്യാഖ്യാനമാണോ? നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചത് ലിഅന്നൽ അഖദ ബിളവാഹിരിൽ കിതാബി വസുന്നതി മിൻ ഉസൂലിൽ കുഫ്രി. ഇവിടെ മുജ്തഹിദ് പറയാത്ത ആയത്ത് പറഞ്ഞാല് കാഫിറാകും എന്നെവിടെ? അതാ എന്റെ ചോദ്യം. മർമ്മത്തിലാ പിടിച്ചേക്കുന്നത്. അതിന് മറുപടി, വേറെ ഇങ്ങോട്ട് പോകണ്ട. ഇതാണ് മുഖ്യമായ വിഷയം. ഈ ഇബാറത്തിൽ മുജ്തഹിദ് പറയാത്തൊരു തെളിവ്, ബാക്കവി ഇവിടെ ഇസ്തിഗാസക്ക് തെളിവ് ഉദ്ധരിച്ചല്ലോ. ഇസ്തിഗാസക്ക് ദലീലായിട്ട് പല ആയത്തുകൾ ഉദ്ധരിച്ചു. അത് മുജ്തഹിദുകൾ അവരുടെ ഈ ഹുക്കുമിനൊക്കെ വിധി പറയും, തെളിവ് ഉദ്ധരിക്കുന്ന നിങ്ങളുടെ വിചാരം, നിങ്ങൾ വിശ്വസിക്കുന്നത്? റഫ്ഉൽ മലാം എടുത്ത് വായിച്ചു നോക്കേണ്ട ഫൈസി. റഫ്ഉൽ മലാമിൽ എന്താണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്? മുജ്തഹിദുകൾ അവർ ഉദ്ധരിക്കുന്ന, അവർ പറയുന്ന ഹുക്കുമിന്, അവർ ഇസ്തിംബാത്ത് ചെയ്ത് കണ്ടെടുക്കുന്ന ഹുക്കുമിന് തെളിവുകൾ പറഞ്ഞു കൊള്ളണമെന്നില്ല, അധികവും പറയാതിരിക്കുകയാണ് ചെയ്യുക എന്ന. അതൊക്കെ എന്നിട്ട് വായിച്ചു നോക്ക്, ഫ്രീ ആകുമ്പോ. വെറുതെ കയറി കിടന്ന് ഉറങ്ങിയ പോരെ, പെട്രോൾ ഡോളർ തിന്നിട്ട് ഉറങ്ങിയ പോരാ. അപ്പൊ ഇത് പറയും. അപ്പൊ എവിടെയാണ് ആശയമുള്ളത്? ആ ആശയം എവിടെയാണുള്ളത്? ആ ആശയം അവിടെ ഇല്ല. നിങ്ങൾ പച്ചയായി വിഭജിച്ചു എന്ന് പറയാനുള്ള കാരണം, അപ്പൊ 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരാള് ഈ കിതാബിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തിനെ വെച്ചുകൊണ്ട് ഒരു വിധി പിടിച്ചാൽ അത് പിടിച്ചാൽ കുഫറിന്റെ അടിസ്ഥാനമാണ് കേട്ടോ. അതെങ്ങൾ പറഞ്ഞത് ചേകന്നൂരിന്റെ പരിപാടി അത് ചെയ്താൽ പറ്റൂല. എന്നാ ഞങ്ങൾ ചെയ്യുന്നതാണോ? ഇസ്തിഗാസക്ക് ഞങ്ങൾ തെളിവുദ്ധരിക്കുന്നു. മഹാന്മാർ ഞങ്ങൾ ഹുക്കും പറഞ്ഞിട്ടുള്ളത് ഷാഫി മദ്ഹബിൽ പ്രബലരായ പണ്ഡിതന്മാർ പറഞ്ഞ ഹുക്കും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞ ഹുക്കും അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ചോദ്യത്തിന് മറുപടി പറയണം, അല്ലേ? അത് കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഇവിടെ
അല്ലേ? തവസ്സുലും ഇസ്തിഗാസയും കൃത്യമായിട്ട് പറഞ്ഞു. അത് ഷാഫി മദ്ഹബിലുള്ള. ഞങ്ങൾ അങ്ങനെ സ്വന്തമായിട്ട് ഇജ്തിഹാദ് ഇസ്തിംബാസ് ചെയ്തിട്ട് വിധി പറയുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ വാദമുണ്ടെന്ന് പറഞ്ഞ് ക്ലിപ്പ് ഇവിടെ ഹാജരാക്കണം. അത് നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ഈ 2 ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. 2 ക്ലിപ്പിൽ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു ഈ മുജ്തഹിദായ ഇമാമ് പറയാത്തൊരു തെളിവ്, മുജ്തഹിദ ഇമാമ് പറയാത്തൊരു ആയത്ത് പറഞ്ഞാൽ ഓൻ കാഫിറാകും. അത് ഞാനിപ്പോ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ആ 2 ക്ലിപ്പ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നു. ധൈര്യമുണ്ടോ, ചങ്കൂറ്റമുണ്ടെങ്കിൽ ആ തെളിവ്, ആ പറഞ്ഞത് ഇബാറത്തിൽ കാണിക്കൂ ഫൈസി. നിങ്ങളുടെ ഇളകും കേട്ടോ. അൽഹംദുലില്ലാ. കേട്ടില്ലേ? ഈ പറഞ്ഞിട്ടുള്ളത് മുജ്തഹിദുകളായ ഇമാമുമാർക്കാണ് എന്നൊരു വാദം കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇല്ലാത്ത വാദങ്ങൾ ചോദിക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ പറഞ്ഞു ലാ യസ്തുറു അൽ ബത്തത, അത് ഒരു നിലക്കും വരികയില്ല. അൻ ആലിമിൻ ബി കിതാബില്ലാഹി വ സുന്നത്തി റസൂലിഹി, കിതാബിനെ കൊണ്ട് നബിയുടെ സുന്നത്തിനെ കൊണ്ട് ശരിക്ക് ഗ്രഹിക്കുന്ന ഒരാളെ കൊണ്ട് അത് ഉണ്ടാവുകയില്ല. പിന്നെ ആരെ കുറിച്ചാണ് പറഞ്ഞത്? വ ഇന്നമാ യസ്തുറു, അത് ഉണ്ടാകും. അമ്മൻ ലാ ഇൽമ ലഹു ബിൽ കിതാബി വസുന്നത്തി അസ്ല, ഒരുത്തനെ തൊട്ടാണ് കിതാബിനെ കൊണ്ടും സുന്നത്തിനെ കൊണ്ടും തീരെ വിവരമില്ലാത്ത ജാഹിലിനെ കൊണ്ടാണ് ആ പറഞ്ഞത് കേട്ടോ. ലിഅന്നഹു ലിജഹ്ലിഹി ബിഹിമാ, ഇത് 2 കൊണ്ടും വിവരക്കേടുള്ളവനായ കാരണത്താൽ. അപ്പൊ ഞങ്ങൾക്കില്ലാത്തൊരു വാദം ഞങ്ങൾക്ക് മുകളിൽ കെട്ടിവെക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ഇവിടെ മർമ്മം എന്ന് പറയും. നിങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനിച്ചു. എന്താണ് നിങ്ങളുടെ ദുർവ്യാഖ്യാനം? ഞാൻ നേരത്തെ ക്ലിപ്പിൽ പറഞ്ഞു. അവസാനം ഇമാം സ്വാമി പറഞ്ഞത് എന്താ? ഈ 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരാൾ, അയാള് ആര്? ഈ സാധാരണക്കാരൻ, കിതാബിനെ കുറിച്ച് സുന്നത്തിനെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ, മുഖല്ലിദല്ലാത്ത ഒരാൾ, അയാള് കിതാബിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തെ വെച്ചുകൊണ്ട്, വാഹരനെ വെച്ചുകൊണ്ട് ഒരു വിധി പിടിച്ചാൽ കേട്ടോ, അർത്ഥം എന്താ അർത്ഥം? അതുമിൽ നിന്ന് വുജൂദിലേക്ക് ഒന്നിനെ കൊണ്ടുവരുന്നതിനാണ് അഹദ എന്ന് പറയാ. പഠിക്കും മൗലവി, ദർസി പോയിട്ട് കാര്യമില്ല, പഠിക്കണം ശരിക്ക്, അറിയാം നിങ്ങൾക്ക്. അപ്പൊ ഒരു വിധി പിടിച്ചാൽ, അപ്പോ ഈ 4 മദ്ഹബ് പിൻപറ്റാതെ ഒരാള് കിതാബിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തെ വെച്ചുകൊണ്ട് വിധി പിടിച്ചാൽ അത് കുഫറിന്റെ അടിസ്ഥാനമാണ്. ഏതുപോലെ നമ്മുടെ ചേകന്നൂര് 3 വഖത്തെ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞില്ലേ? എന്നാലോ 5 വഖത്ത് നമസ്കാരമല്ലേ 4 മദ്ഹബിലുള്ളത് അല്ലേ? 5 വഖത്ത് നമസ്കാരമല്ലേ? അപ്പൊ ചേകന്നൂർ എന്തായി? കുഫറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, കാഫിറായി പോയി എന്നതുപോലെയാണ്. അതാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് അവിടെ ഇല്ല. അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ വെറുതെ ഒന്നുമല്ല, ഞങ്ങൾക്ക് വ്യവസ്ഥ ഒന്നുമില്ല. നിങ്ങൾ പറയുന്ന വ്യവസ്ഥ എന്ന് ഞാൻ പറയാൻ വെറുതെ ഒന്നുമല്ല. നിങ്ങൾ എത്ര മിനിറ്റ് എടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് പറയാൻ കാരണം തരാം. ഇതിങ്ങനെ ചർച്ച കുറച്ചാണ് പോകുമ്പോൾ ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പൊ തിരിഞ്ഞല്ലോ, ഇപ്പൊ എന്താ, ഇപ്പൊ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞു ഉരുണ്ട് പറയല്ലേ. ഞാൻ പറഞ്ഞെന്താ, അർത്ഥം വെച്ചപ്പോ തന്നെ കുൽമാലായി. എന്താ പറയുക, കിതാബിയ സുന്ന എന്ന് പറഞ്ഞപ്പോ പറഞ്ഞെന്താ അറിയോ? മുഖല്ലിദ് അല്ലാത്തവർ പിടിക്കാൻ പാടില്ല. അന്റെ ക്ലിപ്പ് നോക്ക്, നീ അന്തം വിട്ട് ബോധം കെട്ട് ഞഞ്ഞാമിഞ്ഞ വരാ. നീ നിന്റെ ക്ലിപ്പ് ഒന്ന് കേട്ടു, കയ്യിൽ എന്താ നീ പറയണോ? മുഖല്ലിദ് അല്ലാത്തവർ പിടിച്ചാൽ കാഫിറാവുന്ന പരിപാടിയാണ് എന്നാ നീ പറഞ്ഞു. മുഖല്ലിദ് അല്ലാത്തവർ, അത് നീ അബദ്ധം പേടിന്റെ ഊക്കൊണ്ട് നീ പറഞ്ഞതാണ്, പ്രശ്നമല്ല. ഏതായിരുന്നാലും ഞാൻ എപ്പം അറിഞ്ഞുതരാം. ഇതെന്താ അറിയോ? ലാ യജൂസു തഖ്ലീദു മഅദിൽ മദാഹിബിൽ അർബഅ, അവിടെ മുജ്തഹിദ് അല്ലാത്ത ആളുകൾ 4 മദ്ഹബിന്റെ അപ്പുറം പോകാൻ പാടില്ല, 4 മദ്ഹബിന്റെ അപ്പുറം തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് അതിലുണ്ടല്ലോ. അതിൽ തർക്കല്ല, താങ്കൾക്കും തർക്കല്ല, ഞങ്ങൾക്കും തർക്കല്ല. പിന്നെ ഈ ഇബാറത്തിന്റെ അർത്ഥം അതാണെന്നുള്ളിൽ എന്താണ്? 4 മദ്ഹബിന്റെ അപ്പുറത്തേക്ക് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ആർക്ക്? മുജ്തഹിദ് അല്ലാത്തവർക്ക്. മുജ്തഹിദിന് പ്രശ്നമുണ്ടോ? ഇല്ല, മുജ്തഹിദിന് പ്രശ്നമില്ല. അതെ, അതിന്റെ അവിടെ തുടർന്ന് വായിക്ക്. ഇനി അവൻ പറയുന്നത് സഹാബത്തിന്റെ വാക്കിനോട് യോജിച്ചാലും പറ്റൂല. ആര്? മുജ്തഹിദ് അല്ലാത്ത ആളുകൾ പറയുന്നത്. ഹദീസിനോട് യോജിച്ചാലും പറ്റൂല. ആരുടേത്? മുജ്തഹിദ് അല്ലാത്ത ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ആയത്തിനോട് യോജിച്ചാലും പറ്റൂല, മുജ്തഹിദ് അല്ലാത്ത ആളുകൾ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് വറുബ്ബമ അദ്ദാഹു ദാലികലിൽ കുഫർ. കാരണം മുജ്തഹിദ് അല്ലാത്ത ആളുകൾ ആയത്തും ഹദീസും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞാൽ കുഫ്രിയത്തിലേക്ക് അത് എത്തിച്ചേക്കാം. എന്നിട്ട് പറയലി അന്നല്ലഹദ, മുഖല്ലിദ് അല്ലാത്ത ആള് എന്നാണോ? മുജ്തഹിദ് അല്ലാത്ത ആള്, മനസ്സിലായില്ലേ? മുജ്തഹിദ് അല്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ നിന്നെ പോലുള്ള ആളുകൾ, നിന്റെ ബാക്കവിനെ പോലുള്ള ആളുകൾ അല്ലേ? നിങ്ങൾ മുജ്തഹിദുകളാണോ? അതാ പറഞ്ഞു. മുജ്തഹിദ് അല്ലാത്ത ആളുകൾ ഖുർആനും ഹദീസും സ്വീകരിക്കില്ല. അന്നല്ലഹദ, മുജ്തഹിദ് അല്ലാത്ത ആളുകൾ പിടിക്കൽ ബിളവായിൽ കിതാബി വസുന്ന, ഖുർആന്റെ ഹദീസിന്റെ ലാഹിർ പിടിക്കുന്നത് മിൻ ഉസൂലിൽ കുഫർ, കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പണിയാണ്. നിങ്ങൾ മുജ്തഹിദ് അല്ലാത്ത ആളുകൾ നിങ്ങൾ പിന്നെ ലാഹിർ അല്ല പിടിക്കണത് എങ്കിൽ ഇങ്ങനെ പ്രശ്നമല്ലല്ലോ. അതായത് മുജ്തഹിദ് അല്ലാത്തവൻ പറയാ ലാഹിറെ അവന് കിട്ടുള്ളൂ എന്നാണല്ലോ. അതുകൊണ്ടാണ്, അതാണ് ഞാൻ പറയില്ലേ അന്നല്ലഹദ ബിളവായിൽ കിതാബി വസുന്ന.
സുന്ന. മുജ്തഹിദ് അല്ലാത്ത ആളുകൾ ഖുർആന്റെ ലാഹിറായ അർത്ഥം പിടിക്കുന്നത് കുഫ്രിയത്തിൽ പോകുന്ന പരിപാടിയാണ്. അപ്പൊ മുജ്തഹിദ് അല്ലാത്ത ആളുകൾ എന്ത് പിടിക്കുക? ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥം പിടിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇമാമുകൾ പറയാത്ത ആയത്ത് പറയുക അല്ലേ? ഇവിടെ ഇമാമ് പറഞ്ഞ ആയത്താണോ പറയുന്നത്? അല്ല. ഇമാമ് പറയാത്ത ഹദീസ് പറയുക. ഇവിടെ ഇമാമ് പറഞ്ഞ ഹദീസാണോ പറയുന്നത്? അല്ല. ഇമാമ് പറയാത്ത അർത്ഥം പറയുക. ഇവിടെ ഇമാമ് പറഞ്ഞ അർത്ഥമാണോ പറയുന്നത്? ഇമാമ് പറയാത്ത അർത്ഥം ഹദീസിന് പറയുക. ഇമാമ് പറഞ്ഞ അർത്ഥമാണോ ഇവിടെ ഹദീസിന് പറയുന്നത്? ഇമാമ് പറയാത്ത വിധി പറയുക. ഇവിടെ ഇമാമ് പറഞ്ഞ വിധിയാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ മിൻ നുസൂലിൽ കുഫർ, അത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. ഇപ്പൊ തിരിഞ്ഞോ പൊന്നുമോനെ? അസ്സലാമു അലൈക്കും. ഞാൻ രണ്ടാമത്തെ ക്ലിപ്പും കൂടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുജ്തഹിദായ ഇമാമുകൾ പറയാത്തത് പറഞ്ഞാൽ എന്ന് പറയാൻ കാരണം ലാജു തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞ മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർക്ക് 4 മദ്ഹബിന്റെ അപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് തുടർന്ന് ഇപ്പുറത്തും പറയുന്നത് ലിഅന്നൽ അഖ്ദ ബിളവായിലിൽ കിതാബി വസുന്ന മിൻ ഉസൂലിൽ കുഫർ എന്ന് പറയുന്നത്. അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് തന്നെയാണ് വ്യവസ്ഥ. വെള്ളിയാഴ്ചയൊക്കെ വേണം അല്ലെ? ഇപ്പൊ വ്യവസ്ഥ മൂപ്പര് പറയുന്ന വ്യവസ്ഥ നമ്മൾ പറഞ്ഞു. ഞങ്ങൾ വ്യവസ്ഥ വേണ്ടെന്നല്ല പറഞ്ഞു. ഇബ്നു സാറ് പറയുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞു. ഇബ്നു സാറ് പറയുന്ന വ്യവസ്ഥ ആയിട്ട് വെച്ചെടുത്ത് നോക്കുമ്പോ ഇബ്നു സാറിന്റെ മറുപടിയാണ് കിട്ടിയോടെ ഇബ്നു സാറിനെ പിന്നെ കാണില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടാ ഇബ്നു സാറോട് വരുന്നുണ്ട്. കുഴപ്പമില്ല ഇബ്നു സാറ്, ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഇബ്നു സാറ് പറഞ്ഞ എന്താണ്? ഇപ്പൊ ഏത് ആലിമാണ് സാവിന്റെ ഇബാറത്തിന് ഇങ്ങനെയാണ് അർത്ഥം എന്ന് പറഞ്ഞത്? സാവി ചങ്ങായി ജലാലിനി തഫ്സീറിന്റെ തഫ്സീറാണ്. സാബി എന്ന് പറഞ്ഞാൽ ആ സാബി ആരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിൻഗാമിയാണ് അയാൾ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പോലും പ്രായമില്ലാത്ത ഒരു മനുഷ്യനാണ്. എന്നിട്ട് അയാളീന് തഫ്സീറാണ്. ഞാൻ എന്റെ വാക്കിന് തഫ്സീറാണ് വേറെ ആൾ പറഞ്ഞു. എന്താ ഈ പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞതറിയോ? ഇനി ഒന്നും കൂടി ആവർത്തിക്കുക, ആളുകൾക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ വിശദീകരിക്കുക. ഈ ക്ലിപ്പ് ഇട്ട് താങ്കൾ പറയുക ഇവിടെ എന്താ വെച്ചാൽ അന്നൽ അഖദ ബിളവായിൽ കിതാബി വസുന്ന മിൻ ഉസൂൽ കുഫർ എന്ന് പറഞ്ഞാൽ മുജ്തഹിദായ ഇമാമുകൾ പറയല് എന്നാണോ? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ എന്നാണോ? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ, മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ഖുർആന്റെ ഹദീസിന്റെ ലാഹിർ പിടിക്കുന്നത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. താങ്കളുടെ ബാക്കവി മുജ്തഹിദാണോ അല്ലേ? പറയണം. ഇനി താങ്കൾ പറഞ്ഞോളൂ, ഞാൻ നിർത്തി. നിങ്ങൾക്ക് പറയാം, ഇതിനെ സംബന്ധിച്ച് പറയും, എന്നിട്ട് ഞാൻ പറയാം. എന്താ പറയുക? ലാ യജൂസു തഖ്ലീദു മഅദിൽ മദാഹിബിൽ അർബഅത്തി എന്ന് പറഞ്ഞാൽ ആരാണ്? മുജ്തഹിദ് അല്ലാത്ത ആളുകൾ 4 മദ്ഹബ് അല്ലാത്തതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. മാ അദൽ ലാ യജൂസു അനുവദനീയമല്ല. എന്തനുവദനീയമല്ല? തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബ് അല്ലാത്തതിനെ, മാ അദ മദ്ഹബ് അല്ലാത്തതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. വലുവാഫ കൗല സഹാബ, സഹാബത്തിന്റെ വാക്കിനോട് ചോദിച്ചാലും ശരി, അതുപോലെ തന്നെ ഹദീസിനോട് ചോദിച്ചാലും ശരി, ആയത്തിനോട് ചോദിച്ചാലും ശരി, പാടില്ല. മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ, മനസ്സിലായില്ലേ? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ, അവിടെയാണ് പറഞ്ഞത് അന്നൽ അഖ്ദ ബിളവായിൽ കിതാബി വസുന്ന. ഈ മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥം സ്വീകരിക്കുന്നത് ഉസൂൽ കുഫറാണ് എന്ന്. അപ്പോൾ മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ അവിടെ മുജ്തഹിദായ ഇമാമ് പറയാത്ത ആയത്ത്, മുജ്തഹിദായ ഇമാമ് പറയാത്ത വിധി, മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ പറഞ്ഞാൽ കാഫിറാകും എന്നല്ലേ അർത്ഥം? അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞോളൂ. വിഷയം എന്താണ്? 4 മദ്ഹബിൽ പുറത്തു പോയവർ, അത് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് തന്നെയാണ്. അതിനെയാ കൃത്യമായിട്ട് ശങ്കീത് ഇമാമിനെ ഉദ്ധരിച്ചത്. ലാ യസ്തുറു അൽ ബത്തത അൻ ആലിമിൻ ബി കിതാബില്ലാഹി വ സുന്നത്തി റസൂലിഹി. കേട്ടോ, അത് ഒരു നിലക്കും വരില്ല. കിതാബിനെ കൊണ്ട്, സുന്നത്തിനെ കൊണ്ട്, നബിയുടെ സുന്നത്തിനെ കൊണ്ട് ശരിക്ക് ഗ്രഹിക്കുന്ന ഒരാളെ കൊണ്ട് അത് വരില്ല. പിന്നെ ആരെ കുറിച്ചാ? ഈ 4 മദ്ഹബിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ, ഈ 4 മദ്ഹബിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തുപോയ അയാള് സ്വന്തമായിട്ട് ഇജ്തിഹാദ് ചെയ്തൊരു വിധി കണ്ടെത്തിയാൽ ഇസ്തിംബാത്ത്, അതിന് തന്നെ അഖ്ദ എന്ന് പറഞ്ഞ അതെന്താണ്? അത് കുഫ്രിന്റെ അടിസ്ഥാനമാണ്. നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ പറഞ്ഞ മുജ്തഹിദായ ഇമാമ പറയാത്തൊരായത്ത് പറഞ്ഞാൽ അത് നിങ്ങളുടെ വകയാണ്. അതാണ് ദുർവ്യാഖ്യാനം. അത് ഞാൻ ഇവിടെ തെളിയിച്ചു. ചങ്കൂറ്റുണ്ടെങ്കിൽ ആ ഇബാറത്തോട് തെളിയിക്കും, പെട്ടെന്നാവട്ടെ. മൗലവി സാഹിബേ, നിങ്ങൾക്കിപ്പോ വ്യവസ്ഥയും വേണ്ട, വെള്ളിയാഴ്ച ഇല്ലല്ലോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ തന്നെ അതില്ല. അപ്പൊ നിങ്ങൾക്ക് വ്യവസ്ഥ വെച്ച് സംസാരിച്ച കുടുംബമെന്ന് ശരിക്കറിയാം. എന്നാ വ്യവസ്ഥ ഇല്ലാതെ നമ്മളൊന്ന് സംസാരിച്ചു നോക്കാം, കുടുംബം ഇല്ല നമുക്ക് നോക്കാലോ. ഇവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ 2 ക്ലിപ്പിൽ പറഞ്ഞത് മുജ്തഹിദ് അല്ലാത്ത ഇമാമ് പറയാത്ത ആയത്ത് തെളിവ് അത് പറഞ്ഞ കാഫറാകുന്ന, അതായത് ചോദിച്ചാൽ ഈ ഭാരത്തിൽ എവിടെ? ഇപ്പൊ നിങ്ങളുടെ സ്വന്തമായ ഒരു തഫ്സീറുൻ നഫ്സ് അല്ലേ എന്നാ പറഞ്ഞത്? അതായത് മറ്റേ 4 മദ്ഹബിൽ നിന്ന് പുറത്തു, ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് വേറൊരു മദ്ഹബ്, 5ാമതൊരു മദ്ഹബുമായി വന്ന ഒരാൾ, അയാൾ സ്വന്തമായി സുന്നത്തിന്റെയും കിതാബിന്റെയും സുന്നത്തിന്റെയും ലാഹിറിനെ വെച്ചുകൊണ്ട് ഒരു വിധി പിടിച്ചാൽ ലിഅന്നൽ അഖ്ദ,
അതെന്താണ്? അത് കുഫറിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് എന്നാ പറഞ്ഞത്. എന്നിട്ട് ഇയാൾ പറയാ കൂട്ടിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇമാമ പറയാത്ത ആയത്ത് തെളിവ് പറഞ്ഞാൽ എന്നവിടെ ആര് പറഞ്ഞു? എന്ന് നിങ്ങളുടെ വകയല്ലേ? അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ദുർവ്യാഖ്യാനം. അത് ലോകത്തെ ഏത് പണ്ഡിതനാണ് പറഞ്ഞത്? ഹാഷിത്തു സാവി വെച്ചുകൊണ്ട് വേറെ ആരാ പറഞ്ഞിട്ടുള്ളത്? സാവി ഇമാമ പറഞ്ഞിട്ടുള്ളത്? ഇമാം ഷംഖീജി തങ്ങൾ പറഞ്ഞോ? ആരാ പറഞ്ഞിട്ടുള്ളത്? ഇമാം പറഞ്ഞതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. മുജ്തഹിദ് ഇമാമ പറയാത്തൊരു തെളിവ് പറഞ്ഞാൽ അത് പൊട്ടത്തരല്ലേ? നമ്മൾ എല്ലാവരും അർത്ഥം തെളിവ് പറയാൻ വേണ്ടി അവരുടെ വിധിക്കാധാരമായുള്ള തെളിവ് ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, ചിലപ്പോൾ പറയാതിരിക്കാം. അത് റഫുൽ മലാമിൽ ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റു പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലുള്ള മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിഷയം അതല്ല. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരൂ ഫൈസി. വരില്ല നിങ്ങൾ കുടുങ്ങും. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചങ്കില പിടിച്ചിട്ടുള്ളത് ഈ ഇബാറത്തിൽ. നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? മുജ്തഹിദ് ഇമാമ പറയാത്ത ആയത്ത് എന്നാണ്. അത് നിങ്ങളുടെ വക, അത് നിങ്ങളുടെ വക, അത് ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾ വലിച്ചെറിയുന്നു. ഇവിടെ സ്വാവി ഇമാമ പറഞ്ഞിട്ടുണ്ടോ? സ്വാവി ഇമാമിന്റെ ഇബാറത്തിനെ വെച്ചുകൊണ്ട് പ്രസിദ്ധരായ ലബ്ധപ്രതിഷ്ഠരായ ഏത് പണ്ഡിതനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് സ്വന്തമായി മറ്റൊരു മദ്ഹബുള്ളവൻ അവൻ സ്വന്തമായി കിതാബിന്റെയും സുന്നത്തിന്റെയും ലാഹിറിനെ ബാഹ്യത്തെ പിടിച്ചുകൊണ്ട് ഒരു വിധി പിടിച്ചാൽ അത് കുഫറിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് എന്നതിന്റെ അർത്ഥം മുജ്തഹിദ് ഇമാമ പറയാത്ത ആയത്ത് പറഞ്ഞാൽ കാഫിറാകും എന്നാണെന്ന് ഏത് പണ്ഡിതനാണ് പഠിപ്പിച്ചത്? സ്വാമി ഇമാമ പറഞ്ഞോ? ഇല്ല. എന്നാ സ്വാമി ഇമാമിന്റെ ഈ സ്വാമിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ മുറിച്ചുത്തി പോലും നിങ്ങളാ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വേണ്ട. അതേ പറഞ്ഞ ദുർവ്യാഖ്യാനം. അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ ഇപ്പൊ ശരിക്ക് പേടി കുടുങ്ങി. കുഞ്ഞിരായും കുടിക്കില്ല വീണിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ എന്താ ശ്രമം എന്നറിയോ? എന്റെ വാദം എന്താ? ഈ 4 മുജ്തഹിദുകളായ ഈ ഇമാമുമാർ അവർക്ക് ബാധകമായിട്ട്, അല്ലെങ്കിൽ അവരല്ലാത്ത മറ്റ് ഇജ്തിഹാദിന്റെ പദവി എത്തിച്ച മുജ്തഹിദുകൾക്ക് ബാധകമായിട്ടുള്ളതാണ് ഇത് എന്ന് സ്വാമി ഇമാം പറഞ്ഞത് ഞാൻ പറഞ്ഞത് വരുത്തി തീർക്കാനേ ഇപ്പൊ ശ്രമം. അത് നടക്കൂല. വിഷയത്തിൽ നിന്നും മാറാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇവിടെ നിങ്ങൾ പച്ചയായിട്ട് പറഞ്ഞു മുജ്തഹിദായ ഇമാമ് പറയാത്ത ഒരു ആയത്ത്, പറയാത്തൊരു തെളിവ്, അത് പറഞ്ഞാൽ നിങ്ങളൊക്കെ കാഫിറാകുന്ന ദർസി പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ എവിടെ നിങ്ങൾക്ക് അത് കിട്ടി? നിങ്ങളുടെ വക ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് നിങ്ങൾ പറയണ്ട എന്ന് വേറെ ഏതെങ്കിലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ടോ? നീ കൊണ്ടുവരി. ഷൗഖീത്തിയെ പോലെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടോ? കൊണ്ടുവരി. കാര്യമില്ല നിങ്ങൾക്ക് ഇലാ യൗമിൽ ഖിയാമ. കാരണം എന്താ? ദുർവ്യാഖ്യാനല്ലേ? അപ്പൊ അതുകൊണ്ട് എവിടെയാ പറഞ്ഞത്? പെട്ടെന്ന് ഇങ്ങോട്ട് പറയും. എവിടെയാ നിങ്ങളാ 2 ക്ലിപ്പിൽ പറഞ്ഞ ഇമാമുമാര് പറയാത്ത തെളിവ് പറഞ്ഞാൽ എന്നാണ്. ഇവിടെ ബാക്കവി എന്താ ഹുക്കം പിടിക്കിയത്? ബാക്കവി 4 മദ്ഹബിനെ പുറന്തള്ളിക്കൊണ്ട് സ്വന്തമായിട്ട് ഖുർആനും സുന്നത്തിന് ഹുക്കം ഉണ്ടാക്കിയ ചെയ്ത് അല്ലല്ലോ. ഇവിടെ ബാക്കവി തെളിവ് ഉദ്ധരിച്ചു, ഇസ്തിഹാസക്ക് തെളിവ് ഉദ്ധരിച്ചു. അത് നിങ്ങൾ പറഞ്ഞത് എന്താ? അത് കുഫറാണ്. കാരണം സ്വാഭാവികം അങ്ങനെ പറയുന്നത്. ഈ എവിടെയെന്ന് ചോദിച്ചത് അത് കൃത്യമായിട്ട് ഞങ്ങളുടെ വാദം തന്നെയാണ്. വൽ ഖൗലു ബി അന്നൽ അമല ബി ളാഹിരിൽ കിതാബി വസുന്നതി മിൻ ഉസൂലിൽ കുഫർ എന്ന് പറഞ്ഞാൽ കിതാബിന്റെയും സുന്നത്തിന്റെയും ലാഹിർ കൊണ്ട് വിധി പിടിച്ചിട്ട് ഒരാൾ അമൽ ചെയ്യാൽ അത് കുഫർ തന്നെയാണെന്ന് പറഞ്ഞതോ ലാ യസ്തുറു അൽ ബത്തത. അത് ഒരു നിലക്കും വരികയില്ല. അൻ ആലിമിൻ ബി കിതാബില്ലാഹി വസുന്നതി റസൂലിഹി. കിതാബിനെ കൊണ്ട് നബിയുടെ സുന്നത്തിനെ കൊണ്ട് ശരിക്ക് ഗ്രഹിച്ച ഒരാളെ കൊണ്ട് അത് ഉണ്ടാകുകയില്ല. പിന്നെ വഇന്നമാ യസ്തുറു അത് അമ്മൻ ലാ ഇൽമ ലഹു ബിൽ കിതാബി വസുന്നതി അസ്ലാ ലിഅന്നഹു ലിജഹ്ലിഹി ബി കണ്ടോ? എന്നാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ഖുർആന്റെ സുന്നത്തിനെ പ്രത്യക്ഷത്തെ അങ്ങനെ അവൻ പറഞ്ഞാൽ അത് കുഫറാണ്. അത് 4 മദ്ഹബിൽ നിന്ന് വിട്ടുപോയവർ തന്നെ. ഇവിടെ ചോദ്യം മർമ്മത്തിലേക്ക് വാ കേട്ടോ. ലി അന്നൽ അഹദ അവിടെ മുതൽ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചത് 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് അയാള് കിതാബിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തെ വെച്ചുകൊണ്ട് വിധി പിടിച്ചാൽ, ഇസ്തിംബാത്ത് ചെയ്ത് വിധി പിടിച്ചാൽ അതെന്താണ്? അത് കുഫറിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അതാണ് അവിടെ സ്വാഭിമാൻ പറഞ്ഞത്. നിങ്ങൾ ഇല്ലി അന്നൽ അഹദ അവിടെ പോലെ നിങ്ങൾ ഓതിയത് പോലെ നിങ്ങൾ എന്താ അർത്ഥം വെച്ചത്? നിങ്ങളുടെ ഒരു തഫ്സീറിന്റെ മുജ്തഹിദായ ഇമാമ് പറയാത്തൊരായത്ത് അല്ലെങ്കിൽ തെളിവ് പറഞ്ഞാൽ ഓൻ കാഫിറാവുന്ന അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതെന്റെ ചോദ്യം. നിങ്ങളുടെ സ്വന്തം തഫ്സീർ എനിക്ക് ആവശ്യമില്ല. ഇമാമ് പറഞ്ഞത് തിരിഞ്ഞില്ലേ? ഇനി പറയും ലായു തഖ്ലീദു മാദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞ മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ഇങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥം പിടിക്കലാണ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബാക്കവി ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥമല്ലേ പിടിച്ചത്? അദ്ദേഹം മുജ്തഹിദ് അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായി പറഞ്ഞു. ഇനി പറയൂ എന്താണ് എന്റെ ദുർവ്യാഖ്യാനമുള്ളത്? ഇബ്നു സാറ ഏതായിരുന്നാലും താങ്കളുടെ വ്യവസ്ഥ പ്രകാരം ഇത് നടക്കുന്നുണ്ട്, ഭംഗിയായിട്ടുണ്ട്, എല്ലാവർക്കും തിരിയുണ്ട്. ഇപ്പൊ താങ്കൾ പറയുന്നത് എന്താണെന്നറിയോ? അന്നൽ അഖദ ബി ലവാഹിരിൽ കിതാബി വസുന്നതി ഉസൂലിൽ കുഫർ എന്ന് പറഞ്ഞോടത്ത് നല്ല തമാശയായിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? ആർക്കാണത്? 4 മദ്ഹബിൽ നിന്ന് പുറത്ത് പോയോർക്ക്, അങ്ങനെ പോയി പെട്ടോൽക്ക് എന്നാ
ഞാൻ അർത്ഥം ഒന്നുകൂടി പറഞ്ഞുതരാം. ലാ യജൂസു അനുവദനീയമല്ല, തഖ്ലീദുമാ ഒന്നിനെ തഖ്ലീദിയൽ അനുവദനീയമല്ല, അദൽ മദാഹിബിൽ അർബഅത്തി 4 മദ്ഹബ് അല്ലാത്ത ഒന്നിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആരോടാ ഇബ്നു സാറാ? മുജ്തഹിദായ ഇമാം അല്ലാത്തവനോട് അല്ലേ? ആ മുജ്തഹിദായ ഇമാം അല്ലാത്തവൻ അത് പാടില്ല. കാരണം അതിന്റെ കാരണമാ പറഞ്ഞില്ലേ അന്നല്ലഹ്ദ, കാരണം മുജ്തഹിദായ ഇമാം അല്ലാത്തവർ പിടിക്കൽ ബിലാഹിരിൽ കിതാബി വസുന്ന, ഖുർആന്റെ ഹദീസിന്റെ ലാഹിർ പിടിക്കുന്നത് മിൻ ഉസൂലിൽ കുഫർ, കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. അപ്പൊ എന്താണ് അർത്ഥം? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്ത ആളുകൾ ആയത്തും ഹദീസും സ്വീകരിക്കുമ്പോ അവർക്ക് ലാഹിറായ അർത്ഥമേ കിട്ടുകയുള്ളൂ, അത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ് എന്നല്ലേ? വ്യക്തമല്ലേ? തർക്കണ്ടോ താങ്കൾക്ക് അതില്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ലി അന്നൽ അഖ്ദ ബിലവാഹിരിൽ കിതാബി വസുന്ന മിൻ ഉസൂൽ കുഫർ. മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ആയത്തും ഹദീസും എടുക്കുന്നത്, ഒരു വിഷയത്തിന് തെളിവ് പറയുന്നത്, അവിടെ പറയുന്നത്, അത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. ഇസ്തിഗാസക്ക് ആയത്ത് ഉദ്ധരിച്ചപ്പോ താങ്കളുടെ ബാക്കവി മുജ്തഹിദാണോ? ആണോ? മുജ്തഹിദാണോ പറയ? അല്ല. മുജ്തഹിദ് അല്ലാത്ത ബാക്കവിക്ക് മുജ്തഹിദ ഏതെങ്കിലും ഒരു ഇമാം ഈ ആയത്ത് തെളിവ് ഉദ്ധരിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയത്ത് തെളിവ് ഉദ്ധരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇസ്തിഗാസ അനുവദനീയമാണെന്ന് മുജ്തഹിദ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ? ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ടോ? അബു ഹനീഫ പറഞ്ഞിട്ടുണ്ടോ? ആരും പറയാത്ത ഒരു ഹുക്മ് താങ്കളുടെ ബാക്കവി പറഞ്ഞപ്പോ എന്തായി? ലാ യജൂസു തഖ്ലീദു മാ അദിൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിന്റെയും പുറത്ത് 4 മദ്ഹബും അല്ലാത്ത ഒന്നിനെ തഖ്ലീദ് ചെയ്തു എന്നായി. കാരണം എന്താണ്? മൂപ്പര് ഇവിടെ മുജ്തഹിദായ ഇമാമിനെ തള്ളിയിരിക്കുന്നു, മുജ്തഹിദായ ഇമാം പറയാത്തത് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? കൃത്യമാണ്. ലി അന്നൽ അഖ്ദ ബിലവാഹിരിൽ കിതാബി വസുന്നതി മിൻ ഉസൂലിൽ കുഫ്രി. മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരാൾ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വിധി പിടിച്ചാൽ, ഇസ്തിംബാത്ത് ചെയ്ത് മുജ്തഹിദിന്റെ പണിയെടുത്താൽ അതെന്താണ്? അത് കുഫറിന്റെ അടിസ്ഥാനമാണ്. അത് സംശയമില്ല. ലോക മുസ്ലിങ്ങളുടെ ഏകാംഗീകൃതമുള്ള ഏകാംഗീകാരമുള്ള ഏകാഭിപ്രായമാണ്. അതിലൊന്നും ആർക്കും സംശയമില്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഇസ്തിഗാസക്ക് തെളിവ് ഉദ്ധരിച്ചു. ഇപ്പൊ ബാക്കവി ഇവിടെ ഇസ്തിഗാസക്ക് തെളിവ് ഉദ്ധരിച്ചപ്പോ അത് ഷാഫി ഇമാം അങ്ങനെ തെളിവ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇജ്ജ് കാഫിറാണെന്നാണ് സ്വാമി പറഞ്ഞേക്കണെന്നാണ്. അതെവിടെ തന്നെ ചോദ്യം പെട്ടെന്ന് കൊണ്ട് പറയും. വെറുതെ സമയം കളയണ്ട. ആ ഇബാറത്തിൽ എവിടെ? നിങ്ങളുടെ തഫ്സീറിന്റെ ആവശ്യമില്ല. അവിടെ സ്വാമി ഇമാം പറഞ്ഞോ? അല്ലെങ്കിൽ സ്വാമി ഇമാമിന്റെ ഇബാറത്ത് ആരാണ് പറഞ്ഞത്? പെട്ടെന്ന് മൂപ്പർക്ക് തഫ്സീറൊക്കെ പറയാം, നമ്മൾക്ക് തഫ്സീറൊന്നും പറയാൻ പറ്റില്ല. എപ്പ കൃത്യായില്ലേ? എന്താ പറഞ്ഞത്? ഇതേ നിങ്ങളുടെ വ്യവസ്ഥ പ്രകാരം ഞാൻ പറഞ്ഞു വെറുതെ ഒന്നല്ല പൊന്നാര മോനെ. ലാ യജൂസ് തഖ്ലീദു മാ അദിൽ മദാഹിബിൽ അർബഅത്തി, 4 മദ്ഹബിന്റെ അല്ലാത്തതിന് ലാ യജൂസു അനുവദനീയമല്ല, തഖ്ലീദു മാ ഒന്നിനെ തഖ്ലീദിയൽ. എങ്ങനത്തെ ഒന്നാണ്? അദൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബ് അല്ലാത്ത ഒന്ന്. ഞാൻ പറഞ്ഞുതരാം. ഇസ്തിഗാസ എന്നുള്ളതുണ്ടല്ലോ, അത് ജായിസാണ് എന്നുള്ളത് 4 മദ്ഹബ് അല്ലാത്ത ഒന്നാണ്. മനസ്സിലായില്ലേ? ആ ഒന്നിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ആർക്ക്? ഒരു വിഷയത്തിൽ ആർക്ക് പാടില്ല? മുജ്തഹിദായ ഇമാം അല്ലാത്തവർക്ക്. മുജ്തഹിദായ ഇമാം ആരാ? ഷാഫി ഇമാമിനെ പോലുള്ള ആളുകൾക്ക് പറ്റൂല എന്നാണ്. മനസ്സിലായില്ലേ? തുടക്കത്തിൽ ലാജു തഖ്ലീദ് മാ അദിൽ മദാഹിബിൽ അർബഅ എന്നാണ് മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർക്ക് പറ്റൂല. എന്ത്? 4 മദ്ഹബ് അല്ലാത്തതിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാം. അതിനാണ് കാരണം പറയുന്നത്. കാരണം എന്താ? തഖ്ലീദ് ചെയ്താൽ അന്നൽ അഖ്ദ ബിലവാഹിരിൽ കിതാബി വസുന്ന മിൻ ഉസൂലിൽ കുഫർ, ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥം സ്വീകരിക്കുന്നത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ് എന്ന്. അതാരാണ്? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമാമ് പറയാത്ത വാക്ക്, ഇമാമ് പറയാത്ത വിധി എന്നൊക്കെ ഞാൻ പറയുന്നതിനെ പറ്റി എന്നോട് ചോദിച്ചിരുന്നു. എവിടെ സാവിയിൽ ഇമാമ് പറയാത്ത വാക്ക് എവിടെയുള്ളത്? വിട്ടോ? കൈ മുറിയായില്ലേ? കൈ പൊള്ളി. നിങ്ങളൊക്കെ കൈ പൊള്ളും മക്കളെ, അല്ലെ? ഇമാമ് പറയാത്ത വാക്കിന് എവിടെ ഉള്ളത് ചോദിച്ചിരുന്നില്ലേ? ഇപ്പൊ പോയില്ലേ കഥ? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ലാഹിറായ അർത്ഥം സ്വീകരിച്ചാൽ കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പണിയാണ്. താങ്കളുടെ ബാക്കവിയും താങ്കളും മുജ്തഹിദാണോ? മുജ്തഹിദല്ലേ? ഇനി അപ്പുറത്ത് വേറൊരു കാര്യം കൂടി പറയാണ്ട്, അത് കുറച്ചും കൂടി താങ്കൾ ഇത് തന്നെ പോന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. താങ്കളുടെ ബാക്കവിയും താങ്കളും താങ്കളുടെ പണ്ഡിതന്മാരും മുജ്തഹിദുകളാണോ? അല്ലേ? മുജ്തഹിദ് അല്ലാത്തവർ ഒരു ആയത്തോതി മുജ്തഹിദുകൾ പറയാത്ത ഹുക്മ് പറഞ്ഞാൽ കാഫിറാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. ഇപ്പൊ ശരിയായില്ലേ? സാബിയാം വ്യാഖ്യാനിച്ചോ ദുർവ്യാഖ്യാനിച്ചോ? പെട്ടെന്ന് മറുപടി പറഞ്ഞോളൂ. ഞാൻ നിർത്തി. ഇനി താങ്കൾ പറ. അൽഹംദുലില്ലാ. അജബുദ്ദനബ് പാടും എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഇങ്ങനെയാണ് പാടുന്നത്. ഇപ്പൊ എന്തേ? ലി അന്നൽ അഖദ ബിലവാഹിരിൽ കിതാബി വസുന്നതി മിൻ ഉസൂലിൽ കുഫ്രി. തൊടുന്നില്ല.
അതിപ്പോ ആർക്ക തർക്കം? അനുവദനീയമല്ല. 4 മദ്ഹബിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് ഒരാൾ ഒരു വിധി കണ്ടെത്തി പറഞ്ഞാൽ അല്ലെങ്കിൽ അമലെടുത്താൽ അത് അനുവദനീയമല്ല, അത് കുഫറിന്റെ അടിസ്ഥാനമാണ്. ആർക്കാ സംശയം? കൃത്യമായിട്ട് ഇബാറത്ത് വെച്ച് വായിച്ചു തെളിയിച്ചു. നിങ്ങൾ പറഞ്ഞ ദുർവ്യാഖ്യാനം അതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിലേക്ക് അടുക്കുന്നില്ല. നിങ്ങൾ അടുക്കാൻ കഴിയൂലേ? അതേ പറ ഹീറ്റ് ഓഫ് അഹ്ലുസുന്ന എന്നേ പറഞ്ഞത് വെറുതെ. എവിടെ നിങ്ങൾ പറഞ്ഞത് മുജ്തഹിദ ഇമാമ പറയാത്തൊരായത്ത് പറഞ്ഞാല് നിങ്ങൾ കാഫറാവുന്ന ബാക്കവി നിങ്ങളെ ദർസിൽ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞത് എവിടെ? മൗലവി സാഹിബേ, കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. ആൺകുട്ടി എന്ന് പറഞ്ഞ് നടന്നാ പോരാ, ആൺകുട്ടികളെ പോലെ തെളിയിക്കണം. അവിടെയാണ് ഉശിറുള്ളത് കേട്ടോ. ആൺകുട്ടികളെ പറയിക്കാനാണ്. എന്തിനാ ബാക്കവി, എന്തിനാ ഫൈസി നിങ്ങളിങ്ങനെ നടക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത്? കഴിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പറയൂ, എവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ആ ഇബാറത്തിൽ എവിടെ പറഞ്ഞത്? എന്റെ ചോദ്യത്തെ തോടുന്നില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? 4 മദ്ഹബിൽ പെടാത്ത, 4 മദ്ഹബ് ഇജ്തിഹാദിന്റെ പദവി എത്തിക്കാത്ത സാധാരണക്കാരെ കുറിച്ച്. അതിപ്പോ ആർക്കാ സംശയം? അതിലാർക്കാ സംശയം? ശരിക്കും കേൾക്ക്, ഇത് അടങ്ങിയിരുന്ന് കേട്ടിട്ട് മറുപടി എന്താ ലാ യജൂസ് തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞിടത്ത് 4 മദ്ഹബിന്റെ പുറത്തുള്ളതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി എന്റെ ചോദ്യം, 4 മദ്ഹബിന്റെ പുറത്തുള്ളത് തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നത് 4 മദ്ഹബിന്റെ ഉള്ളിൽപ്പെട്ടതാണ് ഈ ഇസ്തിഗാസ. 4 മദ്ഹബിന്റെ ഉള്ളിൽപ്പെട്ടതാണ് ഇസ്തിഗാസ എങ്കിൽ എന്റെ സഹോദരനോട് എന്റെ വിനയത്തോടെ ചോദ്യം, 4 മദ്ഹബിന്റെ ഇമാമുകൾ, മുജ്തഹിദ ഇമാമുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഉണ്ടാകുക. എങ്ങനെ? തഖ്രീജുൽ വുജൂഹി അലാ നുസൂസി ഇമാമിഹി. ല്ലേ? മദ്ഹബിലെ മുജ്തഹിദ് എന്താ ചെയ്യാ? ഇമാമിന്റെ നസ്സിൽ നിന്ന് വജ്ഹുകൾ പുറപ്പെടുവിക്കും. ഇമാം നബവി, ഇമാം ഷാഫിയുടെ ഏത് വ്യക്തമായ വാക്കിൽ നിന്നാണ് ഇസ്തിഗാസക്കുള്ള വജ്ഹ് പുറപ്പെടുവിച്ചത്? മറുപടി പറഞ്ഞോ? കഴുത്തിൽ കയറി രണ്ടാമത്തതും കുടുങ്ങും. ഇവിടെ ഇതും കൂടെ കിടക്കുക കേട്ടോ. എന്ത്? ലാ യജൂസ് തഖ്ലീദ് മഅദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞാല് 4 മദ്ഹബിന്റെ പുറത്തുള്ളത് സ്വീകരിക്കാൻ പാടില്ല. 4 മദ്ഹബിന്റെ പുറത്താണോ അകത്താണോ ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള ഹുക്മ്. അങ്ങനെ ഹുക്ം ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇമാം ഷാഫിന്റെ വാക്കിൽ നിന്നായിരിക്കുമല്ലോ പിടിച്ചിട്ടുണ്ടാകുക. ഉസൂലുൽ ഫിഖ്ഹിന്റെ ഇബാറത്താണ് നിന്റെ മുന്നിൽ ഞാൻ തരുന്നത്. എന്താണ് മദ്ഹബിലുള്ള ഇമാമികൾ ചെയ്യുക? തഖ്രീജുൽ വുജൂഹി അലാ നുസൂസി ഇമാമിഹി. മുജ്തഹിദ ഇമാമിന്റെ നസ്സായ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ വജ്ഹിനെ പുറപ്പെടുവിക്കും. ഇമാം ഷാഫിയുടെ ഏത് നസ്സിൽ നിന്നാണ് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ളതിനെ ഹുക്ം പുറപ്പെടുവിച്ചിട്ടുള്ളത്? അതിന് ഈ പറഞ്ഞോണ്ടു ഈ ഇബാറത്തിന്റെ കാര്യം ഒന്നും കൂടെ പറയാം. എന്ന് പറഞ്ഞത് മുജ്തഹിദ ഇമാമുകൾ അല്ലാത്തവർ എന്ന് നീയും പറയുന്നു, ഞാനും പറയുന്നു. അല്ലാത്തവർ പിന്നെ ലാഹിറായ അർത്ഥം പിടിച്ചാൽ കാഫിറാവുന്നു നീയും പറയുന്നു, ഞാനും പറയുന്നു. പിന്നെ ഞാൻ എവിടെ ദുർവ്യാഖ്യാനം ചെയ്തോ? ഇനി പറയൂ, ഇമാം ഷാഫിയുടെ ഏത് നസ്സിൽ നിന്നാണ്, ഇമാം ഷാഫിയുടെ മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്നാണ് ഇസ്തിഗാസ അനുവദനീയമാണ് എന്നുള്ളതിന്റെ ഹുക്മിനെ പുറപ്പെടുവിച്ചത്? അതും മറുപടി പറയൂ. അതെ, ഇപ്പൊ നോക്കിങ്ങള് ഇഷ്ടം പോലെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ഒന്നും പറയാനില്ല. ഇപ്പൊ ആ ജാതി ബള കേൾക്കണോൽക്ക് തിരിഞ്ഞോളൂ കേട്ടോ. എനിക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് കാര്യമായിട്ട് മനസ്സിലാവാനുള്ള വലിയ ബുദ്ധിയൊന്നും ഇല്ല എനിക്ക്. പക്ഷെ കേൾക്കുന്ന ആളുകൾ നല്ല ബുദ്ധിയുള്ള ആളുകളാ. ഞാൻ എന്റെ സഹോദരനോട് വീണ്ടും പറയാം, ഇത് കേൾക്കണോലും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയട്ടോ. ഈ വാർത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ട് എന്താ അറിയോ? ലാ യജൂസു തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ. 4 മദ്ഹബിന്റെ പുറത്തുള്ളതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല അല്ലെ? ആരാണ് തഖ്ലീദ് ചെയ്യാൻ പാടില്ല അറിയുന്നത്? മുജ്തഹിദ ഇമാമുകൾ അല്ലാത്തവർ പാടില്ല. ഇപ്പോഴും മൂപ്പര് മുമ്പ് പറഞ്ഞിരുന്നത് ഞാൻ വീണ്ടും ചോദിച്ച മൂപ്പരൊന്ന് പറഞ്ഞു നോക്കിയതാ. ഇമാമുകൾ എവിടെയുള്ളത്? ഇമാമുകൾ നീ ഒന്നും കൂടി കാണിച്ചു തരാം. 4 മദ്ഹബിന്റെ പുറത്തുള്ളത് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ആർക്ക്? ഇമാമിങ്ങൾക്ക് പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. മുജ്തഹിദ ഇമാമിന് പാടില്ല എന്നാണ് പറയുന്നത്. മുജ്തഹിദ ഇമാമ് അല്ലാത്തവർക്ക് പാടില്ല. കാരണം കാരണം മുജ്തഹിദ ഇമാമുകൾ അല്ലാത്തവർ പിടിക്കൽ ബിളവാഹിരിൽ കിതാബി വസ്സുന്ന മിൻ ഉസൂൽ കുഫർ. ഖുർആന്റെ ഹദീസിന്റെ ലാഹിർ പിടിക്കുന്ന കുഫ്രിയത്തിന്റെ ഉസൂൽ പോണ പരിപാടിയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഈ മുജ്തഹിദ ഇമാമുകൾ അല്ലാത്തവർ പിടിക്കൽ, അല്ലാത്തവർ ആരൊക്കെ? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവരെല്ലാരും, മുജ്തഹിദ് അല്ലാത്തവരെല്ലാരും. അതിങ്ങനെ സാധാരണക്കാരനായ ഒന്നും അറിയാത്ത മരമണ്ടന്മാർ ഓല അയ്യാതി പണിക്കൊന്നും നിൽക്കൂല. നിങ്ങളുടെ ഈ ദുൽമിനൊന്നും ഓലിക്കൂല. സാധാരണക്കാരനായ മനുഷ്യന്മാരുണ്ടല്ലോ, ഓല് നിങ്ങളെ പോലത്തെ ദുൽമിന് നിൽക്കൂല. നിങ്ങളെ പോലത്തെ കുറുക്കന്മാരാ ഇത് ചെയ്യുന്നത്. അത് അങ്ങോട്ട് ഉരുട്ടാനൊന്നും നിൽക്കണ്ട. കൃത്യമായിട്ട് മറുപടി പറയാം. ഞാൻ എവിടെ ദുർവ്യാഖ്യാനം ചെയ്തു? ലാ യജൂസു തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? മുജ്തഹിദ ഇമാമുകൾ അല്ലാത്തവർ എന്നാണ് അല്ലെ? മുജ്തഹിദ ഇമാമുകൾ അല്ലാത്തവർ ഖുർആന്റെ ഹദീസിന്റെ ലാഹിറ അർത്ഥം സ്വീകരിക്കുന്നത് കാഫിറാവുന്ന പരിപാടിയാണ്. നീയും പറഞ്ഞു, ഞാനും പറഞ്ഞു. പിന്നെ എവിടെയോ ഞാൻ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ള 4 മദ്ഹബില് ഇസ്തിഗാസ ജായിസാണ് എന്ന് പറഞ്ഞിട്ടില്ല.
4 മദ്ഹബ് ആര് പറഞ്ഞു? നിങ്ങൾ ഓതി പഠിക്കണേ. ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞ എത്ര തവണ ഞാൻ ഇവിടെ ആവർത്തിച്ചു. എന്താ പറഞ്ഞത്? ഇഅലമന്നഹു യജൂസു വയഹ്സനു അത്തവസ്സുലു വൽ ഇസ്തിഗാസതു വതശഫഉ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല? റംലി ഇമാം പറഞ്ഞില്ലേ ബി അന്നൽ ഇസ്തിഗാസ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്വാലിഹീന ജായിസത്തുൻ. ഇസ്തിഗാസ ജായിസാണ് എന്ന് റംലി ഇമാമാണ് പറയുന്നത്. അപ്പൊ ആ വക പൊട്ടീസ് ഒന്നും ഇവിടെ ഓടിക്കണ്ട. കൃത്യമാണ്. ഇമാം നവവി തങ്ങളും പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തിയാൽ ചില മര്യാദകൾ ഉണ്ട്, അദബുകളുണ്ട്. എന്താണ്? ശഫാഅത്തിനെ തേടണം. യസ്തശ്ഫി ഇലാ റബ്ബിഹി സുബ്ഹാനഹു തആല. അള്ളാഹുവിന്റെ റസൂലിനോട് ഷഫാഅത്തിനെ തേടണം, ഇസ്തിഗാസ നടത്തണമെന്ന് നവവി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ മലപോലത്തെ പണ്ഡിതൻ. എന്ത് പറയാൻ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരും. എഴുതിക്കോ വ്യവസ്ഥ. ഒരു ദിവസം അത് തന്നെ അവിടെ ചർച്ച. എന്നാലേ ഇവിടെ വാദം എന്താ? നിങ്ങൾ സ്വാവിയെ ദുർവ്യാഖ്യാനിച്ചു. സ്വാവിയെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ കുഫർ ചാർത്തി, പണ്ഡിതന്മാരുടെ മേൽ കുഫർ ചാർത്തി. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ വാദത. അതുകൊണ്ട് വാദം മറക്കണ്ട. ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങൾ പറഞ്ഞത് ഈ ഇബാറത്തിൽ എവിടെ? എന്തപ്പോ സംഭവിക്കുന്നത്? അരി എത്ര, പയർ അഞ്ഞാഴി മൂപ്പരെ. കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. എവിടെ? എന്റെ ചോദ്യത്തെ തൊടാത്തത് എന്താ ഇവിടുത്തെ പ്രശ്നം? മർമ്മം എന്താ? നിങ്ങൾ ഒരു ഇബാറത്ത് ദുർവ്യാഖ്യാനിച്ചു. അതാണ് ഇവിടുത്തെ വിഷയം. വാദം മറന്നുപോയോ? വാദം മറന്നുപോയോ? ഷാഫി മദ്ഹബില് ഇമാം ഷാഫി തങ്ങള് ഈ ഇസ്തിഗാസയുടെ വിധി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അതാ ഇവിടെ തർക്കോ? അതാണ് ഇവിടുത്തെ വാദം. അല്ല, നിങ്ങൾ വാദം മറന്നുപോയിട്ട് മൗലവി സംസാരിക്കണം. അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. അതിന് വ്യവസ്ഥ വെച്ചോ, വാദപ്രതിവാദം വെച്ചോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. വാദം എന്താണ്? മൗലവി സാഹിബേ, നിങ്ങൾ ഇമാം സ്വാവിയെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കാഫറാക്കി. ആരെ കാഫറാക്കി? അഹ്ലുസുന്നയുടെ ആലിമുകളെ കാഫറാക്കി, പണ്ഡിതന്മാരെ കാഫറാക്കി. അതെന്റെ വാദം. അത് നിങ്ങളുടെ മറുവാദോ? ഇല്ല, ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, കാഫറാക്കിയിട്ടില്ല നിങ്ങളുടെ ദുർവ്യാഖ്യാനം. അതുകൊണ്ട് നിങ്ങളുടെ വാദം, നിങ്ങളുടെ മറുവാദം. അതുകൊണ്ട് വാദത്തെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. കണ്ണിൽ പൊടിയിടാനേ നിങ്ങൾക്ക് കഴിയൂ. മലർ പൊടിക്കാരന്റെ സ്വപ്നം അവിടെ വെച്ചേക്കൂ ഫൈസി. ഇത് സുന്നി സോൾജിയറാണ്, നടക്കില്ല. ചോദ്യത്തിന് മറുപടി പറയൂ. എന്റെ വാദം ഞാൻ സമർത്ഥിച്ചിരിക്കുന്നു. ഇനി നിങ്ങളോട് എന്റെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? നിങ്ങൾ ആ 2 ക്ലിപ്പിൽ പറഞ്ഞില്ലേ, മഹാൻ മുജ്തഹിദുകളായ ഇമാമുകൾ പറയാത്തൊരു തെളിവ് പറഞ്ഞാൽ ഓൻ കാഫറാണെന്ന് സ്വാവിയിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ലിഅന്നൽ അഖദ എന്ന് പറയുന്ന ആ ഇബാറത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് പറയ്. നിങ്ങളുടെ തഫ്സീറിന്റെ എനിക്ക് ആവശ്യമില്ല. പിന്നെ അതിന്റെ ഇടക്ക് മൂപ്പരുടെ വകെ ഒരു പൂട്ട് കച്ചവടം. എന്താ അത്? ഞാൻ വാദത്തെ തൊടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, ശരിക്കും മനസ്സിലാവും. ഇപ്പൊ റെഡി ആണില്ലേ? ഒരു അക്ഷരവായനെ കുറിച്ച് ഷാഫി ഇമാമിന്റെ നെസ് എവിടെയെങ്കിലും ഉണ്ടോ? ആദ്യം മദ്ഹബ് എന്താണെന്ന് പഠിച്ചിട്ടല്ലേ. ഏതായാലും ഞാൻ നിർത്തി, പറഞ്ഞോളൂ. ഇനി ഇതിന് മറുപടി പറയും. ഇപ്പോൾ തമാശ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ചിരി തുടങ്ങിയിട്ടുണ്ട്. സംഗതി കയ്യിൽ നിന്ന് പിടുത്തം വിട്ടാ പിന്നെ പരിപാടി എന്താ വെച്ചാൽ ചിരിയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു. ഏതായിരുന്നാലും ഇനി താങ്കൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഇല്ല സഹോദര. എന്താ മുപ്പര് പറഞ്ഞാരോ? ഞങ്ങളെ മദ്ഹബിൽ എവിടെയെങ്കിലും ഇസ്തിഗാസ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് വിഷയത്തിന്റെ പുറത്താണ് എന്ന്. ആ വിഷയം നിന്റെ പാരഡിയിൽ ഞാൻ കിട്ടും. എന്താ അറിയോ? ലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബിൽ അർബ. 4 മദ്ഹബിന്റെ പുറത്തുള്ള ഒന്നിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അത് ഇവിടുത്തെ ഷാവിന്റെ ഇബാറത്തിന്റെ ഉള്ളിലാ. അത് വിഷയത്തിന്റെ പുറത്താണല്ലേ. നിന്റെ പുറത്തുനിന്നാണ് ഇറക്കി വെക്കൂല. 4 മദ്ഹബിന്റെ പുറത്തുള്ളതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇസ്തിഗാസ അനുവദനീയമാണെന്ന് മദ്ഹബിൽ എവിടെയാണുള്ളത്? മദ്ഹബിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയോ? മദ്ഹബിലെ ഇമാമുകൾ പലതും പറയടോ. ഇബ്നു ഹജർ ലൈതമി തുഹ്ഫന്റെ മുസന്നിഫല്ലേ, അള്ളാന്റെ മലക്കുകൾ മാറൂത്ത് എന്നുള്ള മലക്കുകൾ വ്യഭിചരിച്ച പെണ്ണാണ് സുറയ്യ എന്ന് പറയുന്ന നക്ഷത്രം എന്ന് വരെ പറഞ്ഞിട്ടില്ലേ ഞങ്ങളെ ഇമാമുകൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇമാമുകളുടെ അഭിപ്രായം മുഴുവനും ഇസ്ലാമിന്റെ പ്രമാണാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, ആ മദ്ഹബിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിൽ പഠിച്ചിട്ടുള്ള എന്താരോ? ഇമാമിങ്ങൾ മദ്ഹബിലെ ഇമാമുകൾ ചെയ്യുക എന്താണെന്ന് അറിയോ? തഖ്രീജുൽ വുജൂഹി അലാ നുസൂസി ഇമാമിഹി. മദ്ഹബിന്റെ ഇമാം എന്താ ചെയ്യുക? ഷാഫി ഇമാമിന്റെ കീഴിലുള്ള മദ്ഹബിന്റെ ഇമാം അദ്ദേഹത്തിന്റെ ഇമാമിന്റെ നെസ്സുകളിൽ നിന്ന് വജ്ഹിനെ പുറപ്പെടുവിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, ഇസ്തിഗാസ അനുവദനീയമാണ് എന്നതിന് ഇമാം ഷാഫിന്റെ ഏത് വാക്കിൽ നിന്നാണ് വജ്ഹിനെ തെർജീന്റെ
മുജ്തഹിദുകൾ പുറപ്പെടുവിച്ചത്. അതാ പറയണ്ട് അന്റെ സുബിക്കിനൊക്കെ തോട്ടിലെറിയ. സുബിക്കിന്റെ അല്ല ഞാൻ ചോദിച്ചത്, ഇമാമിന്റെ. എന്തിനാണോ നിങ്ങൾ ഈ ഷാഫി മദബ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? ഷാഫി ഇമാമിനെയൊക്കെ ചേർത്തി പറയുന്നുണ്ടല്ലോ. മൂപ്പരുടെ വാക്കുകളുടെ നസ്സിൽ നിന്ന്, വ്യക്തതയിൽ നിന്ന് വജ്ഹിനെ പുറപ്പെടുവിക്കും. അപ്പോൾ ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്നാണ് ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ ഇസ്തിഹാസ അനുവദനീയമാണ് എന്നുള്ള ഹുക്മ് പുറപ്പെടുവിച്ചത്? മറക്കണ്ട, ഇമാം ഷാഫിന്റെ ഏത് വാക്കിൽ നിന്ന് വിഷയത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഷാഫിന്റെ ഇബാറത്തിൽ എന്ന ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്നാണ് ഇമാം നവവി ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള ഹുക്മിനെ പുറപ്പെടുവിച്ചിട്ടുള്ളത്, ആ വജീനെ പുറപ്പെടുവിച്ചിട്ടുള്ളത്? അതാണ് എന്റെ ചോദ്യം. അതിന് മറുപടി അറിയില്ല. എന്നിട്ട് വിഷയത്തിന്റെ പുറത്താണ് രക്ഷപ്പെടാൻ വേണ്ടി ആദ്യം ഒന്ന് ചിരിച്ചു നോക്കി. അതൊക്കെ ഇളിയാണ് മോനെ, സൈക്കിളുമെന്ന് വീണ ഇളി. ഇനി രണ്ടാമത്തേത് എന്താണ്? ഞാൻ സ്വാവിന്റെ ഇബാറത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. താങ്കൾക്ക് വാദമുണ്ടോ? ലാ യജൂസു തഖ്ലീദു മഅദിൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞാൽ 4 മദ്ഹബിന്റെ ഇമാമുകൾ അല്ലാത്തവർ നല്ലടോ. മുജ്തഹിദ് ആയ ഇമാമുകൾ അല്ലാത്തവർ അവിടെ അല്ലേ അന്നൽ അഖ്ദ ബി ലവാഹിരിൽ കിതാബി വസുന്ന മിൻ നുസൂലിൽ കുഫർ. മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ഖുർആന്റെയും ഹദീസിന്റെയും ലാഹിർ പിടിക്കുന്നത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. നീ പറയ് ഞാൻ ഇവിടെ അർത്ഥം വെച്ചു, ഇത് കേൾക്കുന്നവരുണ്ടല്ലോ. ലി അന്നൽ അഖ്ദ കാരണം പിടിക്കൽ ബി ലവാഹിരിൽ കിതാബി ഖുർആന്റെ ലാഹിറുകളെ വൽ സുന്നത്തി ഹദീസിന്റെയും ലാഹിറുകളെ പിടിക്കൽ മിൻ ഉസൂലിൽ കുഫർ കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. ആർക്ക്? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർക്ക്. അപ്പൊ പിന്നെ ഞാൻ എവിടെ ദുർവ്യാഖ്യാനിച്ചു? മുജ്തഹിദായ ഇമാമാണോ താങ്കളുടെ ബാക്കവി? ആണോ താങ്കൾ? അവർ മുജ്തഹിദായ ഇമാമ് പറയാത്ത ഹുക്മല്ലേ പറഞ്ഞത്? ഇമാം ഷാഫി എവിടെ പറഞ്ഞു ഇസ്തിഗാസ അനുവദനീയമാണ് എന്ന്? ഇമാം ഷാഫി എവിടെ ഓതി ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ളതിന് ആയത്ത്? എവിടെ ഓതി ഹദീസ്? അദ്ദേഹം ഓതാത്തത്, അദ്ദേഹത്തെ പോലുള്ളവർ ഓതാത്തത്, അദ്ദേഹത്തെ പോലുള്ളവർ പറയാത്തത് പറഞ്ഞ കാഫിറാവുന്ന സാബിയുടെ ഇബാറത്തിന്റെ പുറത്ത് ഞാൻ വെച്ച് കെട്ടും. മറുപടി പറഞ്ഞോ? ഞങ്ങൾ ശരിക്കും പഠിപ്പിച്ചു തരാം. അതാ കേട്ടോ, ഇമാം സ്വാബി തങ്ങൾ പറയുന്നത് ലിഅന്നൽ അഖദ ബി ലവാഹിരിൽ കിതാബി വസുന്നത്തി മിൻ ഉസൂലിൽ കുഫ്രി. ആണോ? അപ്പോ ഈ 4 മദ്ഹബിൽ നിന്ന് നിർഗമിച്ച ഒരാൾ സ്വന്തം അവിഷ്ടപ്രകാരം, അഭിമതപ്രകാരം, സ്വന്തം മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ, മദ്ഹബിന്റെ ഇച്ഛയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഖുർആനിന്റെയും സുന്നത്തിന്റെയും ബാഹ്യത്തെ പിടിച്ചുകൊണ്ട് ഒരു വിധി പിടിച്ചാൽ, ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് ഒരു വിധി കുഫറിന്റെ അടിസ്ഥാനമാണ്. അതും നിങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഇസ്തിഗാസക്ക് തെളിവ് ഉദ്ധരിക്കുന്നത്, ഇസ്തിഗാസക്ക് ഉപോദ്ബലകമായിട്ടുള്ള തെളിവുകൾ ആർക്കും ഉദ്ധരിക്കാമല്ലോ. അത് വിശുദ്ധ ഇസ്ലാമോ അതല്ലെങ്കിൽ 4 മദ്ഹബോ വിരോധിക്കാത്തിടത്തോളം കാലം 4 മദ്ഹബിൽ എവിടെയാണ് ഇസ്തിഗാസ വിരോധിച്ചിട്ടുള്ളത്? എവിടെയാണ് വിരോധിച്ചിട്ടുള്ളത്? 4 ഇസ്തിഗാസ ജായിസ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെ? ചാങ്കൂറ്റോണി തെളിയിക്ക്. അതിപ്പോ ഞാൻ ഇവിടെ ഈ വിഷയം എന്തുകൊണ്ടാണ് ഒരു വിഷയമാക്കാത്തത്? കാരണം ഇവിടെ വാദം മറന്നുപോകും. മൗലവി പൊടിയിടാൻ, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വിഷയം മാറ്റുകയാണ്. നടക്കില്ല. അതുകൊണ്ട് ഇമാം സ്വാബി തങ്ങളുടെ ഇബാറത്തിൽ നിങ്ങളുടെ 2 ക്ലിപ്പിൽ നിങ്ങൾ പറഞ്ഞതും ഇപ്പോൾ ഈ സംവാദത്തിൽ ആവർത്തിച്ചതുമായ മഹാന്മാര് പറയാത്തൊരു തെളിവ് പറഞ്ഞാൽ ഓൻ കാഫിറാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ചങ്കൂറ്റമുണ്ടെങ്കിൽ, വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ നട്ടെല്ലിന്റെ ഭാഗത്ത് തെളിയിക്കൂ ഫൈസൽ. അൽഹംദുലില്ലാ. അപ്പൊ ഇമാം നവവി തങ്ങളതാ ഇസ്തിഗാസ ജായിസാക്കി എന്ന് മൗലവി സമ്മതിച്ചു. അൽഹംദുലില്ലാ. ഇനി മൗലവിക്ക് അറിയേണ്ടത് എന്താ? ഇമാം ഷാഫിയുടെ ഏത് ഖൗലിൽ നിന്നാണ് നവവി ഇമാം ഇസ്തിഗാസ അനുവദനീയമാക്കിയത്? നവവി ഇമാം ശറഫുൽ മുഹദ്ദബിൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നാൽ അതേ അവിടത്തോട് തേടണം, ശഫാഅത്ത് തേടണം, തവസ്സുൽ ചെയ്യണം, എന്നിട്ടോ ശഫാഅത്തിനെ തേടണം ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല. നബിയോട് ശഫാഅത്തിനെ തേടണം എന്ന് ആര് പറഞ്ഞു? നബി ഇമാം പറഞ്ഞേ. ഷാഫി മദ്ഹബ് മനസ്സിലായത് ആർക്കാ? നബി ഇമാമിനോ ഈ മുർജിദി മൗലവിമാർക്കോ? അപ്പൊ മൗലവി അത് സമ്മതിച്ചു. അൽഹംദുലില്ലാ. ഇനി ഏത് കൗല്? ആ കൗല് ഡിസ്കസ് ചെയ്യുന്ന വേദിയല്ല ഇത് കേട്ടോ. അതിന് ഞങ്ങൾ വേറെ സംവാദത്തിൽ പഠിപ്പിച്ചു തരും. ഈ സംവാദത്തിന്റെ വാദം പ്രതിവാദം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഒരു ചുക്ക് പറഞ്ഞൂടാ. നിങ്ങളൊക്കെ ഒരു വിഷയം, നിങ്ങളെ ഒരു സംവാദം നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു സംവാദം നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ടോ? ഓൺലൈനിൽ ഇപ്പോൾ ഒരു സംവാദങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വാദം എന്താ? നിങ്ങൾ സ്വാവി ഇമാമിനെ ദുർവ്യാഖ്യാനിച്ചു. സ്വാവി ഇമാമിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കാഫിറാക്കി. നിങ്ങളോ അല്ലാന്ന്. അപ്പൊ അതുകൊണ്ട് സ്വാവി ഇമാമിനെ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് ഇവിടെ തെളിയിക്ക്. ആൺകുട്ടിയാണ് എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? പഠിപ്പിക്കും. പിന്നെ അതിന് ഞാൻ വിട്ടെന്നാൽ എനിക്ക് മറുപടി അറിയാനാട്ടെ, സമയം വൈകാരിക്കാൻ വേണ്ടി. രണ്ടാമത്തെ പിന്നെന്താ? ലാ യജൂസു തഖ്ലീദു മഅദിൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞാൽ ഈ ഇബാറത്തിൽ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അല്ല പൊന്നാര ചെങ്ങായി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ ലാ യജൂസു തഖ്ലീദു മഅദിൽ മദാഹിബിൽ അർബഅ 4 മദ്ഹബിന്റെ ഇമാമുകൾ അല്ലാത്തവരോടല്ലേ ഈ പറയുന്നത്? മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? അതെ, അവർ മുജ്തഹിദ് അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ 4 മദ്ഹബിന്റെ അപ്പുറത്തുള്ളതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല, അല്ലേ?
കാരണം എന്താണ്? മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ ലി അന്നൽ അഖ്ദ, ഇമാമുകൾ അല്ലാത്തവർ സ്വീകരിക്കുന്നത് ബിളവായിൽ കിതാബി വസുന്ന മിൻ ഉസൂലിൽ കുഫർ, ഖുർആന്റെ ഹദീസിന്റെ ലാഹിറാർത്ഥം സ്വീകരിക്കുന്ന കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുജ്തഹിദായ ഇമാമുകൾക്ക് യഥാർത്ഥ വിധി പറയാൻ പറ്റുള്ളൂ, മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർക്ക് ലാഹിറായർത്തേ കിട്ടുള്ളൂ. അതാണ് ഈ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിന്റെ ബാക്കവി മുജ്തഹിദല്ലല്ലോ, നീയും മുജ്തഹിദല്ലല്ലോ. ഇസ്തിഗാസക്ക് നിങ്ങൾ ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ജായിസി എന്നുള്ള ഹുക്ം പറഞ്ഞല്ലോ, അതിലൂടെ മിൻ ഉസൂലിൽ കുഫ്രി എന്ന് പറഞ്ഞതിൽ നിങ്ങൾ പെട്ടില്ലേന്നാ ചോദ്യം. അതിൽ എന്താണ് ദുർവ്യാഖ്യാനം? അതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത്. വെറുതെ ഞഞ്ഞാമിഞ്ഞ പറയണ്ട. ഇവിടെ ഒരു ദുർവ്യാഖ്യാനം എന്നിട്ട് പിന്നെ മറ്റേ ഇസ്തിംബാത്ത് അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി അതൊക്കെ നിന്റെ വാഗേൻ. അവിടെ എന്താണല്ലോ, മുജ്തഹിദ് അല്ലാത്തവർ നാലാലൊരു മദ്ഹബിനെ തഖലീദ് ചെയ്യണം. മുജ്തഹിദ് അല്ലാത്തവർ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് തെളിവ് പറയാൻ പാടില്ല, അവരൊരു കാര്യത്തിന് വിധി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. അതിലൂടെ നീയും നിന്റെ ബാക്കവിയും കൃത്യമായിട്ട് കാഫിറായി എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ മുജ്തഹിദ് അല്ല, സാവിയിൽ അതല്ലേ പറഞ്ഞു. അതല്ലെങ്കിൽ വേറെ നീ പറയണം, ഈ ഭാരത്ത് പദാനുപദം അർത്ഥം വെച്ചിട്ട് നീ പറയണം. അതോടൊപ്പം തന്നെ മാഅദൽ മദാഹിബിൽ അർബഅ എന്നുള്ളതിൽ ഇസ്തിഗാസ ജായിസാണ് എന്നുള്ളത് മദ്ഹബിന്റെ പുറത്താണ്. അകത്താണെങ്കിൽ ഇമാം ഷാഫിയുടെ കൗലിൽ നിന്ന് തഖ്രീജുൽ വുജൂഹി അലാ നുസൂസി ഇമാമിഹി, മദ്ഹബിലെ ഇമാമുകൾ അവരുടെ ഇമാമിന്റെ മുജ്തഹിദായ ഇമാമിന്റെ വാക്കുകളിൽ നിന്നാണ് വജ്ഹുകളെ പുറപ്പെടുവിക്കുക. ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്നാണ് ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള വജ്ഹിനെ പുറപ്പെടുവിച്ചത്? മറുപടി പറഞ്ഞോ, ഞാൻ നിർത്തി. അതെ, ശരിക്ക് കഴുത്തിൽ കയറാണ് മുറുകുമ്പോള്ള വെപ്രാളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ മുമ്പ് പറഞ്ഞോ, ഇമാം ഷാഫിയുടെ വാക്കിൽ നിന്നും തർജീന്റെ മുജ്തഹിദുകൾ പുറപ്പെടുവിച്ച ഇമാം ഷാഫിയുടെ വാക്ക് എവിടെയെന്ന് മുമ്പ് നബിമാ പിന്നെ തശഫും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നബിമാവിന്റെ വാക്കല്ലേ ചോദിച്ച്. നബിമാവിന്റെ വാക്കേറ്റുകൾ നടക്കുന്നുണ്ടോ? പെൺകുട്ടികൾക്ക് സുന്നത്ത് കല്യാണം നിർബന്ധമാണെന്നല്ലേ ഇമാം നബി പറഞ്ഞിട്ടുള്ളത്? നീ എടുക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇമാം നബിന്റെ വാക്കല്ലേ വെച്ച്. ഷാഫി ഇമാമിന്റെ വാക്കിൽ നിന്ന് തർജീന്റെ മുജ്തഹിദുകൾ പുറപ്പെടുവിക്കും വജ്ഹ്, ആ വജ്ഹിൽ ഇസ്തിഗാസക്ക് അനുവദനീയമാണെന്നുള്ളതിന്റെ വജ്ഹ് ഇമാം ഷാഫിയുടെ വാക്കിൽ നിന്ന് ഏത് വാക്കിൽ നിന്ന് പുറപ്പെടുവിച്ചു? അതിന് മറുപടി പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതിനെ പറ്റി പറയുമ്പോ ഇമാം നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞഞ്ഞാമിഞ്ഞ പറയാൻ നിൽക്കണ്ട. പിന്നെ എനിക്ക് സംവാദം നടത്തി പരിചയം ഉണ്ടാവില്ല. ഇല്ല, എനിക്ക് വല്ലാതെ പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയോ, വ്യവസ്ഥ നീ പറയുന്ന വ്യവസ്ഥ അങ്ങനെ പറയാൻ കാരണം എനിക്ക് സംവാദം നടത്തി പരിചയമില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് ചോദിക്കാൻ കേട്ടു ഞങ്ങളുടെ മദ്ഹബിൽ എവിടെ ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയെന്ന്. ആ ചോദ്യമൊക്കെ ചോദിക്കണമെങ്കിൽ എന്തുവാണെന്നറിയോ, നിന്റെ മദ്ഹബ് എന്താണെന്ന് നിനക്കറിയണം. ഞാൻ അതന്നെ പറഞ്ഞു. ഇമാം ഷാഫിയുടെ വാക്കിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പരിപാടി ഇമാം നവവി ചെയ്തിട്ട് ഇസ്തിഗാസ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയത്ത് ഉദ്ധരിക്കാം. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് തടി വട്ടാക്കാൻ വേണ്ടി മദ്ഹബിൽ എവിടെ ഇസ്തിഗാസ വിരോധിച്ചിട്ടുള്ളത്? ഞാനത് നോക്കാനാ വന്നിട്ടുള്ളത്. അതാണ് നമ്മളെ വിഷയം. മദ്ഹബിൽ ഇസ്തിഗാസ വിരോധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയണം. ആ വിഷയം നമുക്ക് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ പറഞ്ഞത് മദ്ഹബിൽ ഇല്ലാത്തത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. മദ്ഹബിൽ ഇല്ലാത്തത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാ ചോദിച്ചത് ഇമാം ഷാഫിയുടെ ഖൗലി എവിടെ? അതിന് ഞാൻ ഉസൂലുൽ ഫിഖിൽ എന്ന് പറഞ്ഞത് മദ്ഹബിലെ മുജ്തഹിദായ ഇമാം നവവി പോലെയുള്ള ആളുകൾ എന്താ ചെയ്യാറോ, തഖ്രീജുൽ വുജൂഹി അലാ നുസൂസി ഇമാമിഹി, ഇമാമിന്റെ നസ്സിന്റെ അടിസ്ഥാനത്തിൽ വജ്ഹിനെ പുറപ്പെടുവിക്കണം. ഈ ഇസ്തിഗാസക്ക് ഏത് നസ്സിൽ നിന്നാണ് ഇമാം നബി പുറപ്പെടുവിച്ചത്? അതിന് മറുപടി പറയാം. പിന്നെ എന്താന്ന് ചോദിച്ചാല് ഞാൻ ഈ ക്ലിപ്പ് വിട്ടു എന്നിട്ട് രണ്ടാമത്തെ പറയാം. കൃത്യമായിട്ട് പറഞ്ഞോളൂ മൗലവി സാഹിബ്, എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ പറഞ്ഞ അർത്ഥം എവിടെ? നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇയാള് സ്വാവി ഇമാമിനെ ദുർവ്യാഖ്യാനിച്ചു. അതാണ് മർമ്മം ചർച്ചയുടെ. എന്റെ വാദവും അതാണ്. എന്താണത്? അവിടെ പറയാത്തൊരർത്ഥം എന്താ പറഞ്ഞത്? അവിടെ ഇസ്തിംബാത്ത് ചെയ്ത് ഗവേഷണം ചെയ്ത് ഗവേഷണം ആകാത്ത ഗവേഷണപ്പടു അല്ലാത്ത ഒരാൾ ഈ 4 മദ്ഹബിനെ പരിത്യജിച്ചുകൊണ്ട് റെലിംഗ്വിഷ് ചെയ്തുകൊണ്ട് അയാളുടെ അഭിമതപ്രകാരം അഭീഷ്ടപ്രകാരം അയാൾ ഒരു വിധി കണ്ടെത്തിയാൽ അത് കുഫ്രിന്റെ അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞെടുത്ത് ഇയാൾ അർത്ഥം വെച്ചെന്താണെന്നറിയോ? നമ്മൾ സുന്നികൾ പണ്ഡിതന്മാര് ഇസ്തിഗാസക്ക് തെളിവ് അത് മഹാന്മാര് വിരോധിച്ചതാണോ? അത് മദ്ഹബിന്റെ ഇമാമുകൾ വിരോധിച്ചതാണോ? അല്ല, അങ്ങനെ വിരോധിക്കുകയുമില്ല. കാരണം മദ്ഹബിന്റെ ഇമാമുകൾക്ക് തെളിവ് പറയലല്ല ജോലി. അവർക്ക് കിട്ടിയ അടിസ്ഥാനം വെച്ചുകൊണ്ട് അവർ വിധി കണ്ടെത്തി പറയും. ആ വിധിക്ക് ആധാരമായ തെളിവ് ഏതാണ് പറയണമെന്നില്ല. അതാണ് റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തിൽ അലാബിൽ ഇബ്നു തൈമിയ്യ അടക്കമുള്ളവർ പറഞ്ഞത്. അത് ഇയാളായിട്ടില്ല, കണ്ടിട്ടില്ല, ഇയാൾ കിതാബ് ഓതിട്ടില്ലല്ലോ. ഇയാളെ കുറിപ്പ് വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യത്തെ തൊടാൻ ചങ്കൂറ്റമുണ്ടോ മൗലവി സാഹിബേ? എങ്കിൽ എന്റെ ചോദ്യം, എന്റെ വാദം ഞാനിവിടെ തെളിയിച്ചിരിക്കുന്നു. അതിനെ വെച്ചുകൊണ്ട് പറയും. എവിടെയാണ് പറഞ്ഞത് സ്വാമി? ആ ഇബാറത്തിൽ എവിടെ നിങ്ങൾ പറഞ്ഞത്?
വേണ്ടാത്ത പരിപാടിക്ക് പോകണമായിരുന്നോ ഉമർ ഫൈസി? എന്തിനായി പരിപാടിക്ക് പോയത്? മദ്ഹബിൽ ഇസ്തിഗാസ പാടില്ല എന്ന് എവിടെ എന്ന് ചോദിച്ചപ്പോ അതൊക്കെ എന്നോട് ചോദിക്കണോ? ഇപ്പൊ അതിനു വേണ്ടി വന്നിട്ടുള്ളത് അതാണോ വാദം? അതല്ലേ എനിക്ക് തിരിച്ചു ചോദിക്കാറുള്ളത്. അത് തന്നെ എനിക്ക് തിരിച്ചു ചോദിക്കാൻ. ഏത് നസ്സിന്റെ അടിസ്ഥാനത്തിൽ ആ വജീഹിനെ പുറപ്പെടുവിച്ചത് ഇമാം നവവി, അത് തീരുമാനിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ല, അതിന് ഞങ്ങൾ വേറെ വിഷയം വെച്ചോ, ചർച്ച ചെയ്യും. മൗലവി കുടുങ്ങിയോട് കുടുക്ക്. എന്താ കുടുക്ക്? കുഞ്ഞിരായം കുടുക്കെന്ന് പറഞ്ഞ ഇതാ. നിങ്ങൾ കണ്ടിട്ടില്ലേ കൂട്ടരെ? കുഞ്ഞിരായം കുടുക്ക്. മൗലവി ഇപ്പൊ ആ കുടുക്കില്ല. ചങ്കൂറ്റമുണ്ടോ മൗലവി സാഹിബേ? ഞങ്ങൾ ബാക്കവി മുജ്തഹിദാണെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞു. 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് സ്വന്തം അഭിമത പ്രകാരം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ലാഹിർ വെച്ചുകൊണ്ട് വിധി പിടിച്ചാൽ ഓനാണ് കാഫിർ, അല്ലെങ്കിൽ ആ കാഫിറിന്റെ അടിസ്ഥാനമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് എന്താ ഞങ്ങള് ഇസ്തിഗാസക്ക് തെളിവ് ഖുർആനി എന്ന് പറഞ്ഞത് കുഫറിന്റെ അടിസ്ഥാനമാണെന്ന് സ്വാഭാവിക. അവിടെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച, അവിടെയാണ് പോയിന്റ്. ഇവിടെ ഇസ്തിഗാസക്ക് തെളിവ് ഞങ്ങൾ പറയുന്നു. ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു, ഇസ്തിഗാസക്ക് തെളിവാണ്. വസ്അൽ മൻ അർസൽനാ, ഇസ്തിഗാസക്ക് തെളിവാണ്. ലാ തഖൂലു റഅയ്നാ ഖൂലു നുറനാ, ഇസ്തിഗാസക്ക് തെളിവാണ്. ഇതൊക്കെ ഞങ്ങൾ തെളിവായിട്ട് ഉദ്ധരിക്കും. അതൊന്നും തെളിവല്ല, അതൊന്നും ഇസ്തിഗാസക്ക് തെളിവല്ല, അല്ലെങ്കിൽ ഇസ്തിഗാസ പാടില്ല, ജായിസല്ല എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആള് പറയാ അതൊന്നും ഈ വിഷയത്തിൽ പെട്ടതല്ല, അത് ചോദിക്കല്ലേ, എന്നെ ഇടങ്ങേറാക്കല്ലേ എന്ന്. ഇല്ല, നിങ്ങളെ ചോദിച്ച് ഇടങ്ങേറാക്കുന്നില്ല. ഞാൻ ആ മര്യാദ ഉള്ളത് കൊണ്ട് നിങ്ങളത് ചോദിക്കാത്തത്, വിഷയമാക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് ആ മര്യാദ ഇല്ല. നിങ്ങൾക്ക് മര്യാദ ഇല്ലെന്നല്ല, നിങ്ങൾക്ക് ബോധം തന്നെ ഇല്ല. കാരണം ഇപ്പൊ എന്താ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വാദം എന്താ, എന്റെ വാദം, നിങ്ങളുടെ പ്രതിവാദം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം മനസ്സിലാക്കുന്നില്ല. കാരണം അത് മനസ്സിലാക്കി ഉത്തരം പറഞ്ഞാൽ കുടുങ്ങേ, ഇപ്പൊ തന്നെ കുടുങ്ങിയ ആകെ ഇടങ്ങേറായി. തുടക്കത്തിൽ എന്താ സാവിയുടെ ഇബാറത്തിന്റെ ലാ യജൂസു തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ എന്ന് പറഞ്ഞ എന്താണ്? മുജ്തഹിദ ഇമാം അല്ലാത്തവർ എന്നല്ലേ? അതിൽ ആർക്കും തർക്കമില്ലല്ലോ. മുജ്തഹിദ ഇമാം അല്ലാത്തവർ എന്നിട്ട് പറയല്ലേ അന്നൽ അഖ്ദ ബി ലവാഹിരിൽ കിതാബി വസുന്ന, മുജ്തഹിദ ഇമാം അല്ലാത്തവർ ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥം സ്വീകരിക്കുന്നത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ് എന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഒരു ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല, താങ്കളാ ദുർവ്യാഖ്യാനം ചെയ്ത്. ഞാൻ ഈ പറഞ്ഞ അർത്ഥം ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ക്ലാസ്സിലുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് ഇപ്പൊ കുറെ നമ്മൾ സംസാരിച്ചല്ലോ, എന്ന് പറഞ്ഞോടത്ത് ഖുർആന്റെയും ഹദീസിന്റെയും ലാഹിറായ അർത്ഥം മുജ്തഹിദുകളായ ഇമാമുകൾ അല്ലാത്തവർ സ്വീകരിക്കുന്നത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ് എന്ന് ഞാൻ പറഞ്ഞത് അത് ദുർവ്യാഖ്യാനമാണ് എന്ന് അവർക്ക് ബോധ്യമാവട്ടെ. അവർക്ക് ബോധ്യമായിട്ടില്ലല്ലോ. അവർക്ക് ബോധ്യമായോ ഇല്ലേന്ന് അവർ പറയേണ്ട സമയത്ത് പറയും, നമുക്ക് വെയിറ്റ് ചെയ്യാം. മാത്രവുമല്ല, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബാക്കവി മുജ്തഹിദാണോ? താങ്കൾ മുജ്തഹിദാണോ? നിങ്ങൾ മുജ്തഹിദുകളല്ലല്ലോ. നിങ്ങൾ മുജ്തഹിദുകളല്ലാത്ത ആളുകൾ ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്ന് പുറപ്പെടുവിച്ച വജ്ഹിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം നവവി പോലെയുള്ള ആളുകൾ ഇസ്തിഗാസ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരൊറ്റ കുട്ടിയും പറഞ്ഞിട്ടില്ല. പറയാത്ത സ്ഥിതിക്ക് നിങ്ങൾ ആയത്തും ഹദീസും മുജ്തഹിദ് അല്ലാത്ത നിങ്ങൾ പറഞ്ഞതിലൂടെ കാഫിറായില്ലേ എന്നാണ് എന്റെ ചോദ്യം. മറുപടി പറഞ്ഞോ? ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. എന്താ പറയുക, ഈ നിങ്ങൾ പറയുന്ന വ്യവസ്ഥ പ്രകാരം തന്നെ പരിപാടി നടക്കട്ടെ എന്ന് പറയാൻ കാരണം എന്താ പറയുക, ആളുകൾക്ക് ഈ ഇബാറത്തുമ്മലുള്ള ഈ അവ്യക്തത തീർന്നാൽ നിങ്ങളുടെ കള്ളത്തര ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നീ പറയുന്ന വ്യവസ്ഥ പ്രകാരം എന്ന് പറഞ്ഞ് ഞാൻ ചർച്ചക്കന്നെ തയ്യാറായത്. അസ്സലാം. ഇപ്പൊ നന്നായി കുടുങ്ങിയാലുള്ള പരിപാടി ഇതാ. ചിരി നന്നായിട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ നന്നായി കുടുങ്ങി. അപ്പൊ എന്താണ്, ഞങ്ങളെ ഷാഫി മദ്ഹബിൽ ഇസ്തിഗാസ ഉണ്ടോ അല്ലേന്ന് എനിക്ക് നോക്കണ്ട. ഞാൻ എന്താ പറഞ്ഞത്? ഇമാം നവവി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണോ മദ്ഹബ്? ഇമാം നവവി എന്ത് പറഞ്ഞാലും അത് അപ്പോഴും വീങ്ങുന്ന പണിയാണോ നിങ്ങൾക്കുള്ളത്? എങ്കിൽ ഇമാം നവവി പെണ്ണുങ്ങൾക്ക് ഖിത്താൻ സുന്നത്തല്യാണം നിർബന്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നു, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അതല്ലാതെ ഞാൻ മദ്ഹബിൽ ഈ പരിപാടി റെഡിയാണ്, അങ്ങനെ സഹിഹ ഹദീസിന്റെ സുന്നത്തിന്റെ ഒക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. വെറുതെ എന്തെങ്കിലും ഒരു മുങ്ങിച്ചാവാൻ പോകുന്നവന് പുൽക്കൊടി കിട്ടിയാലും അതുമേ ചാടി പിടിക്കും അല്ലേ? അതാണ് ഇപ്പൊ പരിപാടി. ഇപ്പൊ വേണ്ടാത്ത പരിപാടിക്ക് പോവണ്ടായിരുന്നു. ഇപ്പൊ ശരിയായില്ലേ? ആരാ വേണ്ട പരിപാടിക്കും വേണ്ടാത്ത പരിപാടിക്കും പോയിട്ടുള്ളത് എന്ന് ഇപ്പൊ ഇസ്തിഗാസക്ക് തെളിവായിട്ട് ഇന്നമാലിക്കുമുള്ളയും അതുപോലെ തന്നെ വസൽമൻ അർസലിനെയും ഒക്കെ പോതി പറഞ്ഞു. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യം ഒന്നിട്ടോ എന്താണെന്ന് അറിയോ? ഇമാം ഷാഫിയുടെ മദ്ഹബിൽ തർജീഹിന്റെ മുജ്തഹിദുകളായ ഏതെങ്കിലും ഇമാമുകൾ ഇമാം ഷാഫിയുടെ വാക്കുകളിൽ നിന്ന് ഏത് വാക്കിൽ നിന്നാണ് ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള ഹുക്മ് പുറപ്പെടുവിച്ചിട്ടുള്ളത്? ഇമാം ഷാഫിയുടെ വാക്കിൽ നിന്ന് പുറപ്പെടുവിക്കാത്ത ഹുക്മുകൾ അദ്ദേഹത്തിന്റെ മദ്ഹബാണോ? ഇതാ തഖ്രീജുൽ വുജൂഹി അലാ നുസൂസി ഇമാമിഹി. എന്താണ് മദ്ഹബിലെ മുജ്തഹിദിന്റെ പണി? എന്താണ്? ഇമാമിന്റെ നസ്സിൽ നിന്ന് വജ്ഹുകളെ പുറപ്പെടുവിക്കലാണ്. ഞാൻ ഈ പറഞ്ഞിട്ട് തുടക്കം മുതൽ പറഞ്ഞുതരാം. എന്താ പറയുന്നവരോ?
പിന്നെ ഇൻകാന മുജ്തഹിദൻ ഫിൽ ഫുറൂ വഇൻകാന മുജ്തഹിദൻ ഫിൽ ഫുറൂഇ മദ്ഹബിലെ മുജ്തഹിദിനെ പറ്റി പറയാം. ലാകിൻ ലാ മിൻ ഹൈസുൽ ഇസ്തിംബാത്തു മദ്ഹബിലെ ഇമാം സ്വന്തം ഇസ്തിംബാത്ത് ചെയ്യാനുള്ള അധികാരമില്ല. അൽ മദ്കൂറു മുത്തലഖ മുജ്തഹിദിനുള്ള ബൽ മിൻ ഹൈസു തഖ്രീജുൽ ഉജൂഹി അലാ നുസൂസി ഇമാമിഹി. മനസ്സിലായോ? ഇമാമിന്റെ വാക്കിന്റെ നെസ്സിൽ നിന്ന് ഇമാമിന്റെ വാക്കിന്റെ വ്യക്തതയിൽ നിന്ന് എന്ത് ചെയ്യും? വജീനെ പുറപ്പെടുവിക്കും. അതാ ഞാൻ ചോദിച്ചത്, ഇമാം നവവി ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്നാണ് ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള ഹുക്മ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ഇമാം നവവി പറഞ്ഞ മുഴുവങ്ങൾക്ക് തെളിവാണെങ്കിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഹിത്താൻ കഴിക്കൽ, സുന്നത്ത് കല്യാണം കഴിക്കൽ, മാർക്ക് കല്യാണം കഴിക്കൽ നിർബന്ധമാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ സ്വീകരിക്കുന്നുണ്ടോ? അതുമാണ് പറയുന്നത്. ഈ ക്ലിപ്പാണ് കിട്ടുക. അല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതായി 2 ക്ലിപ്പിലുമുണ്ട്. ഞങ്ങളെ കാഫറാക്കുവാനായി നിങ്ങൾ പറഞ്ഞത് മുജ്തഹിദുകളായ ഇമാമുമാർ പറയാത്തൊരു തെളിവ് പറഞ്ഞാൽ ഓൻ കാഫറാണ് എന്ന് സുന്നികളുടെ ദർസിൽ പഠിപ്പിക്കുന്നു, സ്വാവിയിൽ പഠിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പിടികൂടിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുതലായി മൗലവി കുടുങ്ങി. ഇപ്പൊ രക്ഷയില്ലാതെ അങ്ങോട്ട് ചാടുക, ഹിത്താനിലേക്ക് ചാടുക, സുന്നത്ത് കുടിയിലേക്ക് ചാടിയിട്ട് രക്ഷയില്ല മൗലവി സാഹിബേ. നവീമാമ പറഞ്ഞതൊക്കെയും ഞങ്ങൾ സ്വീകരിക്കും. നവീമാമിന്റെ മുഴുവൻ തീർപ്പുകളും മതത്തിൽ ഞങ്ങൾക്ക് പ്രമാണമാണ്, ഒരു സംശയവും. അതൊക്കെ ഞങ്ങൾ തെളിയിക്കേണ്ടത് തെളിയിക്കും. ഇപ്പോൾ ഇവിടെ തെളിയിക്കേണ്ടത് എന്താ? നിങ്ങളുടെ ദുർവ്യാഖ്യാനത്തെ ഞങ്ങൾ പിടികൂടി. ദുർവ്യാഖ്യാനമല്ല എന്ന് തെളിയിക്കണം. 2 ക്ലിപ്പ് ഇട്ടിരിക്കുന്നു. നിങ്ങൾ പച്ചയായി പറഞ്ഞതാണ് മുജ്തഹിദല്ലാത്ത ഒരാൾ ഇമാമ് പറയാത്തൊരായത്ത്, 4 മദ്ഹബ് ഇമാമുകള് പറയാത്തൊരായത്ത് തെളിവായിട്ട് പറഞ്ഞാൽ ഓൻ കാഫിറാണ് അല്ലെങ്കിൽ കുഫറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളെ കാഫിറാക്കാൻ ശ്രമിച്ച് കാഫിർ ബൂമറാങ് പോലെ തിരിച്ചടിച്ചില്ലേ അല്ലേ? ഇപ്പോൾ കുഫരിയത്ത് എങ്ങോട്ടാണ് തിരിച്ചടിച്ചത്? അൽഹംദുലില്ലാഹ്. മുജാഹിദ് മൗലവിയുടെ കൊങ്ങക്ക് ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ്. മൗലവി സാഹിബ് വിടുകയില്ല. ചോദ്യത്തിന് മറുപടി പറയൂ. ഇബ്നു സാറയോട് അദ്ദേഹം കേടപേക്ഷിക്കുകയാണ്. എന്താണ് കേടപേക്ഷ? നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഷാഫി ഇമാമിന്റെ ആ ഏത് കൗലനുസരിച്ചാണ് നവീമാമ അത് പുറപ്പെടുവിച്ചിട്ടുള്ളത്? അപ്പൊ നവീമാമ പറഞ്ഞു എന്ന് സമ്മതിച്ചു. നവീമാമൻ പോലെ 3 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമാക്കി ഹുജ്ജത്ത് സ്ഥാനം കരസ്ഥമാക്കിയ ഇമാം നവവി തങ്ങൾ ഇസ്തിഗാസ ചെയ്തു എന്ന് മൗലവിക്ക് സമ്മതിക്കേണ്ടി വന്നു. വിജയമാണ് ഞങ്ങളുടെ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഇപ്പൊ ചോദിക്കുക, വജ്ഹ് എവിടെ? ഏത് കൗലാണ്? വജ്ഹ് പുറപ്പെടുവിക്കാൻ ഉപയോഗിച്ച കൗലേതാണ്? അതൊക്കെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് സംവാദം വെച്ചോളൂ, വ്യവസ്ഥ തയ്യാറാക്കിക്കോളൂ. ആൺകുട്ടികളെ പോലെ ഞങ്ങൾ തെളിയിച്ചു തരും. ഇവിടെ വിഷയം എന്താ? വിഷയത്തിൽ നിന്ന് തെറ്റിമാറാൻ നോക്കണ്ട മൗലവി സാഹിബെ. കുഞ്ഞിരായ കൊടുക്ക്, കയ്യും കാലും കൂട്ടി നിങ്ങളുടെ അജബുദ്ധരവ് വാട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വാട്ടിയിരിക്കുന്നു. ആൺകുട്ടിയാണെങ്കിൽ ഇബാറത്ത് വെച്ചുകൊണ്ട് തെളിയിക്ക്. നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ ഇന്നലെയും ഇന്നും നിങ്ങൾ പറഞ്ഞ ആശയം അവിടെ എവിടെയാണ്? ഞാൻ അതല്ലേ പറഞ്ഞത്. ഞാൻ എവിടെ ദുർവ്യാഖ്യാനിച്ചു? നിങ്ങളെ ദുർവ്യാഖ്യാനിച്ചു. ഞാൻ എന്ത് ദുർവ്യാഖ്യാനിച്ചു? ഇപ്പൊ എന്റെ മേക്കിട്ട് കിടന്നല്ലേ? കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ പരാജയം രുചിച്ചു തുടങ്ങി. അന്നേ രുചിച്ചതാണ്. ഇപ്പോൾ അത് ശരിക്കും മോന്തിക്കുടിക്കുന്നു. പരാജയത്തിന്റെ കൈപ്പുനീർ മോന്തിക്കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഷണ്ണാവസ്ഥയിൽ നിങ്ങൾ നിർനിമേഷനായി നോക്കി നിൽക്കുകയാണ്. കഴിയില്ല മൗലവി സാഹിബേ. അഹ്ലുസുന്നയുടെ രോമത്തെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. ദുർവ്യാഖ്യാന രാജനായി വിലസാനല്ലാതെ ചോദിച്ച ചോദ്യം ഇതാ, എവിടെയാണ് ഇമാമ പറഞ്ഞത്? ആ ഇബാറത്തിൽ എവിടെയാണുള്ളത്? നിങ്ങൾ പറഞ്ഞ ആശയം എന്ന് പറയുന്ന ഈ ഇബാറത്തിൽ എവിടെയാണുള്ളത്? മഹാന്മാര് പറയാത്ത തെളിവ് പറഞ്ഞാൽ ഓൻ കാഫറാണ് എന്ന് വലൈക്കും വറഹ്മത്തുള്ളാഹി. അതന്നെ ഇപ്പൊ സംഭവം എന്താ വെച്ചാൽ, കെടാൻ പോകുമ്പോണ്ട് ഒരു ആളിക്കത്തല് ചോദ്യം കരളിന്റെ അകത്തേക്കാണ് കടന്നിട്ടുണ്ട് അല്ലെ? ഷാഫി മദ്ഹബിലെ ഇമാമുകൾ തർജീന്റെ ആണല്ലോ ഇമാം നബിയൊക്കെ. ആ ഇമാമുകളുടെ പണി അവരുടെ സ്വന്തം വക പറയുന്നത് മദ്ഹബിന്റെ അഭിപ്രായം അല്ല. അവരുടെ പണി എന്താണ് എന്നാണ് ഉസൂൽ ഫിഖ് എന്ന് ഞാൻ വായിച്ചത്. അവരുടെ പണി എന്താ? ഇൻകാന മുജ്തഹിദൻ ഫിൽ ഫുറൂഇ ഐലൻ ലാകിൻ ലാ മിൻ ഹൈസുൽ ഇസ്തിംബാത്തു. ഇസ്തിംബാത്ത് ചെയ്യാൻ അവർക്ക് അധികാരമല്ല. ഇസ്തിഗാസ എന്ന ഹുക്മ് അനുവദനീയമാണ് എന്ന് ഇസ്തിംബാത്ത് എടുക്കാൻ അവർക്ക് അധികാരമില്ല. പിന്നെ അവർക്ക് എന്താ പരിപാടി? ബൽ മിൻ ഹൈസു തഖ്രീജുൽ ഉജൂഹി അലാ നുസൂസി ഇമാമിഹി. ഇമാമിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ വജ്ഹിനെ പുറപ്പെടുവിക്കല. ഇമാം ഷാഫിന്റെ ഏത് വാക്കിൽ നിന്നാണ് ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള ഹുക്മ് ഇമാം നബവി പുറപ്പെടുവിച്ചത് എന്ന എന്റെ ചോദ്യം ചങ്കിന് കൊണ്ടപ്പോ ഇമാം നബവി ഇസ്തിഗാസ അനുവദിച്ചു എന്ന് പറഞ്ഞു. ഇമാം നബവി ഇസ്തിഗാസ ചെയ്തു എന്നാണോ താങ്കൾ ഇവിടെ വായിച്ചത്? ഇവിടെ താങ്കൾ തവസ്സുലും തശഫു അല്ലേ താങ്കൾ അവിടെ പറഞ്ഞത്? ഈ ഇസ്തിഗാസ താങ്കൾ വായിച്ചോ? പിന്നെന്താ അന്തം വിട്ട് തോന്നിയാസം പറയാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാണ്ട്. ഇപ്പൊ കാര്യം തിരിഞ്ഞു. ഇമാം നവവി ഇമാം ഷാഫിന്റെ ഒരൊറ്റ
ഒരൊറ്റ വാക്കിൽ നിന്നും ഇസ്തിഗാസ അനുവദനീയമാണെന്ന് ഉദ്ധരിച്ചിട്ടില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഒരു കാര്യം ക്ലിയറായി. എന്ത്? ഇമാം ഷാഫി ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ളതിന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആ വാക്കിൽ നിന്ന് പോലും ഗവേഷണം നടത്തിയിട്ട് വിധി പറഞ്ഞിട്ടില്ല ഇമാം നബി എന്നും വ്യക്തമായി. പിന്നെ മൂപ്പര് പറഞ്ഞെന്താ? ഇമാം നബി എന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കും. ആഹാ, സ്ത്രീകൾക്ക് ഹിതാൻ നിർബന്ധമാണ്. സ്ത്രീകളുടെ പിന്നെ സുന്നത്തല്യാണം കഴിക്കൽ, ആൺകുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ടല്ലോ സുന്നത്തല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങളുടെ മക്കളെയൊക്കെ പെൺകുട്ടികളൊക്കെ കൊണ്ടുപോകലുണ്ടോ? ഇമാം നബി പറഞ്ഞ് കേൾക്കലുണ്ടോ? ഉണ്ടോ? നോണിയും പറഞ്ഞ് നടക്കുക. എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം എന്താണെന്നറിയോ? ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്നാണ് ഇമാം നബി ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള ഹുക്മിനെ പുറപ്പെടുവിച്ചത്? അതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത്. ഞാൻ ക്ലിപ്പ് ഇട്ടുതരാം. ലാ യജൂസു തഖ്ലീദു മഅദിൽ മദാഹിബിൽ അർബ എന്ന് പറഞ്ഞതിൽ ഇവിടെ ആളുകൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്താ അറിയോ? നാലാലൊരു മദ്ഹബ് അല്ലാത്തതിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. ആർക്ക്? മുജ്തഹിദ് അല്ലാത്ത ആളുകൾക്ക്. ആ ആളുകൾ അന്നൽ അഖ്ദ ബി ലവാഹിൽ കിതാബി വസുന്ന, അവരെ പറ്റിയാണ് പറഞ്ഞത്. അവർ ആയത്തു ഹദീസ് ഓതിയ ഖുർആന്റെ ലാഹിറായ അർത്ഥാണ് കിട്ടുക. അത് ഉസൂലിൽ കുഫറാണ്, കുഫിയത്തിന്റെ ഉസൂലിൽ പോകുന്ന പരിപാടിയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ബാക്കവി മുജ്തഹിദ് ആണോ? അല്ലല്ലോ. നീ മുജ്തഹിദ് ആണോ? അല്ലല്ലോ. ഷാഫി ഇമാമിന്റെ ഏതെങ്കിലും ഒരു വാക്കിൽ നിന്ന് ഇസ്തിഗാസ ജായിസാണ് എന്ന ഹുക്മിനെ ഇമാം നബി പോലെയുള്ള ആളുകൾ ആരും പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് നിങ്ങൾ ആയത്തും ഹദീസും ഉദ്ധരിച്ചതിലൂടെ കാഫിറായില്ലേ എന്നാ എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാതെ നെഞ്ഞാമിഞ്ഞ പറഞ്ഞിങ്ങനെ നടക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? പിന്നെ എവിടെയാണ് അതുള്ളത് ഇവിടെ ഉള്ളത്? അതൊക്കെ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കണതൊക്കെ ഞങ്ങളോട് ചോദിക്കണതൊക്കെ അതിലുണ്ട്. എവിടെ? ആ ഇബാർത്ത് വായിക്കണോൽക്കണം മനസ്സിലാവും. എന്താണ്? കിതാബിയോ സുന്നാമിൻ ഉസൂലിൽ കുഫർ. അതിൽ എവിടെയാണ് നിങ്ങളെ കാഫിറാകുന്ന പരിപാടി? അതിൽ നിങ്ങൾ കാഫിറാണ് പരിപാടി എവിടെയാരോ? മുജ്തഹിദ് അല്ലാത്ത ആളുകൾ ഖുർആനും ഹദീസും എടുത്തുദ്ധരിക്കുന്നത് എന്നല്ലേ ഒരേലർത്തുള്ളത്? മുജ്തഹിദ് അല്ലാത്ത ഇമാമുകൾ, മുജ്തഹിദ് അല്ലാത്ത ആളുകൾ ഖുർആനും ഹദീസും സ്വീകരിക്കുന്നത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. നിങ്ങളും നിങ്ങളുടെ ബാക്കവിയും മുജ്തഹിദ് ആണെങ്കിൽ കുഴപ്പമില്ല, മുജ്തഹിദ് അല്ലെങ്കിൽ കാഫിറാണ്. പിന്നെ എന്ത് ദുർവ്യാഖ്യാനാണ് ഞാൻ അവിടെ നടത്തുന്നത്? അതുകൊണ്ട് എന്റെ സഹോദരൻ മറുപടി പറയണം. എന്താ പറയേണ്ടത്? ഈ പറഞ്ഞതില് മുജ്തഹിദ് അല്ലാത്തവർ ഖുർആനും ഹദീസും ഉദ്ധരിച്ച ഒരു വിധി പറയാൻ വേണ്ടി തെളിവ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അവർ കാഫിറാകുമെന്നാണ്. താങ്കളുടെ വാക്കബി മുജ്തഹിദാണോ? താങ്കളും മുജ്തഹിദാണോ? അതുപോലെ തന്നെ മദ്ഹബിൽ അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ഷാഫി ഇമാമിന്റെ ഏത് വാക്കിൽ നിന്നാണ് തെർജിന്റെ മുജ്തഹിദുകൾ ഈ ഇസ്തിഗാസ അനുവദനീയമാണെന്നുള്ള ഹുക്മിനെ പുറപ്പെടുവിച്ച് ഷാഫി മദ്ഹബിൽ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്? അതും മറുപടി പറയുക. വെറുതെ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചിരിയൊക്കെ കൂടിയിട്ടുണ്ട്, വർത്താനൊക്കെ നീട്ടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സംഗതി പിടുത്തം വിട്ടിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. സഹോദരങ്ങൾക്ക് കാര്യം തിരിയുമല്ലോ. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഈ ഇബാറത്തൊന്ന് പൊളിച്ചടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ മെനക്കെട്ടിരുന്നു. ഇപ്പൊ ശരിയായില്ലേ? അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. അതോ പേജുകൾ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുക, രക്ഷയില്ല. അപ്പൊ മൂപ്പരെന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ഈ സംവാദത്തില് പുള്ളിയുടെ പറച്ചിൽ ഒരല്പം പൈങ്കിളി കലർത്തി വെക്കുക. പെൺകുട്ടികളുടെ ഹിത്താനെ നടക്കില്ല. അങ്ങനെ പൈങ്കിളി കലർത്തിയത് കൊണ്ട് നിങ്ങൾ വിജയിക്കാനും പോകുന്നില്ല. നിങ്ങൾ പരാജയപ്പെട്ടു, കൂമ്പടഞ്ഞു പോയി. ഇവിടെ എന്താ വിഷയം? ഞാൻ മോഡറേറ്ററോട് ഇടാൻ പറയാ. മോഡറേറ്ററോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ വിഷയം എന്താ? ഇവിടെ വാദം പോലെയാണ് മറന്നിട്ടാ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഇമാം ഷാഫിയുടെ ഏത് കൗലിനാണ് ഇമാം നബി തങ്ങള് ഇസ്തിഗാസയുടെ വജ്ഹ് പുറപ്പെടുവിച്ചത്? അത് തീരുമാനിക്കാൻ അവിടെ സംവാദം. അത് കൃത്യമായിട്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് സംവാദം വെച്ചോളൂ, ഞങ്ങൾ കൃത്യമായിട്ട് തെളിയിച്ചു തരും. പക്ഷെ ഇവിടെ എന്താ വാദം? എന്റെ വാദങ്ങൾ സ്വാഭിമാമിനെ ദുർവ്യാഖ്യാനിച്ചു. സ്വാഭിമാമിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ കാഫറാക്കി. അതെന്റെ വാദം. നിങ്ങളുടേത് അല്ലാന്നു. ഇതേ ഇവിടെ പറയാൻ പാടുള്ളൂ, ഇതേ ഇവിടെ ചർച്ചയ്ക്ക് വെക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് മോഡറേറ്റർ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് മൗലവി സാഹിബ് വിഷയത്തിലേക്ക് വരിക. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. എവിടെയാണ് ആ ഇബാറത്തിൽ? ആ ഇബാറത്തിൽ എവിടെയാണ് സ്വാഭിമാമ പറഞ്ഞത്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും ലാഹിറിനെ വെച്ചുകൊണ്ട് വിധി പിടിക്കൽ അത് എന്താണ്? അത് കുഫ്രിയത്താണ്. നിങ്ങളല്ലേ പറഞ്ഞത്? മഹാന്മാര് പറയാത്തൊരു തെളിവ് പറഞ്ഞാൽ ഓൻ കാഫറാണെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കിട്ടപ്പെട്ടെന്ന് പറയും. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത സംവാദത്തിൽ തെളിയിക്കും ഞങ്ങള്. ഇത് പറ, ചോദ്യത്തിന് മറുപടി പറയും. ഇവിടെ വിഷയാസ്പദമായി സംസാരിക്കണം. മോഡറേറ്റർ ഇടപെടണമെന്ന് ഞാൻ ആവശ്യം ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, കിതാബിന്റെയും സുന്നത്തിന്റെയും ലാഹിറിനെ വെച്ചുകൊണ്ട് ഒരാൾ ആര് മദ്ഹബിൽ നിന്ന് പുറത്തു പോയിട്ട് ഒരാള് മദ്ഹബിൽ ഞങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ മറ്റേ ബാക്കവി ഉസ്താദോ ഞാനോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ആരും തന്നെ ഞങ്ങൾ ഇവിടെ ഇജ്തിഹാദ് വാദിക്കുന്നില്ല, മുജ്തഹിദുകളാണെന്ന് പറയുന്നില്ല. ഞങ്ങൾ 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയവരുമല്ല. മദ്ഹബുകളെ ഫോളോ ചെയ്യുന്ന മുഖല്ലിദുകളാണ് ഞങ്ങൾ. ആ മുഖല്ലിദുകളായ ഞങ്ങൾ മദ്ഹബിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ
അതെ, സുഹൃതങ്ങൾക്ക് തെളിവ് പിടിക്കുന്നു, ഉപോദ്ബലകമായ തെളിവ് പിടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. അങ്ങനെ തെളിവ് പിടിക്കാൻ പാടുള്ളതല്ല എന്ന് മദ്ഹബില് തീർപ്പുണ്ട്. അതെ, ഇസ്തിഗാസ അടക്കമുള്ള സുഹൃതങ്ങൾക്ക്, സൽകൃത്യങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക്, അത്തരം സുന്നത്തുകൾക്ക് തെളിവ് പിടിക്കാൻ, മഹാന്മാര് പിടിക്കാത്തൊരു തെളിവ് പിടിക്കാൻ നമുക്ക് അവകാശമില്ല, അർഹതയില്ല, അത് കുഫ്രിയത്താണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നു. യു ആർ ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക്നെസ്. ഇരുട്ടിൽ തപ്പുകയാണ് മൗലവി സാഹിബ്. എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഖിതാനിലേക്ക് പോകുന്നു, പിന്നെ വജ്ഹിലേക്ക് പോകുന്നു, കൗലിലേക്ക് പോകുന്നു. എവിടെയാണ് പറഞ്ഞിട്ടുള്ള വിഷയവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ നടത്തി ശ്രമം നടത്തും എന്നെനിക്ക് അറിയാമായിരുന്നു. പക്ഷേ വിടുകയില്ല. ഞങ്ങൾ ആ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു, വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക് ചോദിച്ചൂടെ? ഞാൻ ചോദിക്കാത്ത എന്തുകൊണ്ടാ? ഇവിടെ വസ്തുതാപരമായി വിഷയങ്ങൾ വിലയിരുത്തപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ വാദത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ വാദം ഞാൻ പറഞ്ഞു. ഇമാം നവവി, ഇമാം സ്വാവിയെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച് മുസ്ലിങ്ങളെ കാഫറാക്കി. അതെന്റെ വാദം. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. സമയം ഇപ്പൊ മോഡറേറ്ററെ പിടിച്ച് ഇസ്തിഹാസ നടത്തി രക്ഷപ്പെടാനുള്ള കളിയാണല്ലേ കൊച്ചു കള്ള. അതൊന്നും ഇവിടെ നടക്കൂല. അപ്പൊ പിന്നെ ഞാൻ ഇമാം നവവി പെൺകുട്ടികളെ സുന്നത്തല്യാടെ കഴിക്കല് അത് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് തെളിവാണെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇമാം നവവി സുന്നത്തല്യാണം കഴിക്കണം പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞത് നിർബന്ധമാണെന്ന് പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് വെച്ചാൽ മുമ്പര് പറയുന്നതാ. പൈങ്കിളി പറയാണ്. ഇമാം നവവി പൈങ്കിളിക്കാരനാ? ഇമാം നവവിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പൈങ്കിളി സാഹിത്യ. പിന്നുള്ള പരിപാടി എന്താണ്? ഇമാം ഷാഫിയുടെ ഏത് വാക്കിൽ നിന്നാണ് ഇമാം നവവി ഈ ഇസ്തിഹാസ അനുവദനീയമാണെന്നുള്ള ഹുക്മിനെ പുറപ്പെടുവിച്ചതിനുള്ള വിഷയത്തിന്റെ പുറത്താണെന്ന? ആ വിഷയത്തിന്റെ പുറല്ല, അതെന്റെ പുറത്ത് ഞാൻ വെച്ചിട്ടും. കാരണം എന്താ, നീ സാവിന്റെ ഇബാറത്ത് ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ്. സാവിന്റെ ഇബാറത്തിൽ ഉള്ളതാണെന്ത്? ലാ യജൂസ് തഖ്ലീദു മാ അദൽ മദാഹിബിൽ അർബഅ. 4 മദഹബിന്റെ പുറത്തുള്ളത് സ്വീകരിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് വിഷയത്തിന്റെ ഉള്ളിൽ ഷാവിന്റെ ഇബാറത്ത് പെട്ടതാ. അതാണ് 4 മദഹബിന്റെ പുറത്തുള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. ഷാഫി ഇമാമിന്റെ ഒരു കൗലിന്നും പുറപ്പെടുവിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഇസ്തിഹാസ അനുവദനീയമാണെന്നുള്ള ഹുക്മ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. മോഡറേറ്റർ ഇടപെടണല്ലേ? മോഡറേറ്റർ നന്നായിട്ട് ഇടപെടും നിന്റെ കഴുത്തിൽ കയറ് മുറുക്കാന്. കാരണം എന്താ അറിയോ? സാവിന്റെ ഇബാറത്തിൽ പറഞ്ഞ മാ അദൽ മദാഹിബിൽ അർബഅ, 4 മദഹബിന്റെ പുറത്തുള്ളത് നിങ്ങൾ സ്വീകരിച്ചോ അല്ലേ? അതന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. 4 മദഹബിന്റെ പുറത്തുള്ള പരിപാടിയാണ് മിനിയാത്ത വാദപ്രയോഗത്തിൽ നിങ്ങൾ നടത്തിയത്. ആ ഇസ്തിഹാസത്തിന് നിങ്ങൾ തെളിവ് ഉദ്ധരിച്ചപ്പോ, നിങ്ങൾ ആയത്തും ഹദീസും ഉദ്ധരിച്ചപ്പോ നിങ്ങൾ കാഫിറായി. കാരണം എന്താ അറിയോ? നീയും ഞാനും തമ്മിൽ തർക്കല്ല. കുഫർ എന്ന് പറഞ്ഞത് ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ അർത്ഥം സ്വീകരിക്കുന്നത് കുഫ്രിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. ആർക്ക്? മുജ്തഹിദ് അല്ലാത്തവർക്ക്. നിങ്ങൾ മുജ്തഹിദാണോ? നിങ്ങളുടെ ബാക്കവി മുജ്തഹിദാണോ? അല്ലല്ലോ. ഈ മുജ്തഹിദുകളായ ആളുകൾ അല്ലാത്തവരല്ലേ ഇവിടെ ആയത്ത് ഹദീസ് ഓതിയത്? ഇമാം ഓതാത്തതല്ലേ ഓതിയത്? മുജ്തഹിദായ ഇമാം പറയാത്ത ഹുക്മല്ലേ പറഞ്ഞത്? അതിലൂടെ നിങ്ങൾ കാഫിറായില്ലേ എന്നാണ് എന്റെ ചോദ്യം. അതിന് മറുപടി വരെ ഇപ്പൊ ഉത്തരം മുട്ടിയപ്പോ ഇമാം നവവിന്റെ കിതാബൊക്കെ പൈങ്കിളി സാഹിത്യമാണല്ലേ? പൊന്നാര ചെങ്ങ, ഇജ്ജ് ഇമാം നവവിന്റെ മദഹബ് പൊളിച്ചിട്ടുണ്ടാവും ഈ ആദി വാദപ്രയോഗം നടത്തിയ. ഇപ്പൊ ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ത്? സ്വാബിയുടെ ഇബാറത്തിലുള്ളത് മുജ്തഹിദായ ഇമാമുകൾ അല്ലാത്തവർ ആയത്തും ഹദീസും മോദിയിട്ട് ഒരു വിഷയത്തിന് വിധി പറഞ്ഞാൽ കാഫിറാവുന്നതാണ് എന്ന് കൃത്യമായിട്ട് താങ്കൾ തന്നെ പറഞ്ഞു. അതിലൂടെ വിഷയം ബോധ്യമായിരിക്കുന്നു ആളുകൾക്ക്. ഇപ്പൊ ഇനി മോഡറേറ്റർ ഇടപെടണല്ലേ? എന്നാ മോഡറേറ്ററെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സഹോദരൻ മൈക്ക് എടുത്തോളൂ, അദ്ദേഹം പറഞ്ഞോളൂ. ഇപ്പൊ ഞാനും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എന്താണ്, ഞങ്ങൾ ആരാണ് നീതിപൂർവ്വം സംസാരിച്ച്? മോഡറേറ്റർ വന്നോളൂ.